നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇന്ന് ജനുവരി 3 നമുക്കറിയാവുന്നതുപോലെ വിദ്യാഭ്യാസം അവകാശമാണെന്നും അത് നേടുക എന്നത് സമത്വ സാക്ഷാത്കാരത്തിലേക്കുള്ള സമരമുറയാണെന്നും പഠിപ്പിച്ച ഒരു മനുഷ്യസ്നേഹിയായ ഒരു വ്യക്തിയുടെ ജന്മദിനമാണ് ഇന്നത്തെ പ്രത്യേകത. ഇന്ന് ഈ പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട പെൺകുട്ടികൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും പ്രത്യേകിച്ച് ഈ ദളിത് വനിതകൾക്കുമൊക്കെ വഴികാട്ടിയായി നവോത്ഥാന നക്ഷത്രമായി മാറിയ സാവിത്രി ഫുലെയുടെ ജന്മദിനമാണ് ഇന്ന്. ഈ ജാതി വ്യവസ്ഥയ്ക്കൊക്കെ അതീതമാണ് വിദ്യ എന്ന് ലോകത്തിന് മുൻപിൽ തെളിയിച്ച ഒരു മഹത് വ്യക്തി കൂടിയാണ്. എന്തായാലും സ്വാഭാവികമായും ആ മഹത് വനിതയെ ഓർക്കാതെ ഇന്നത്തെ ദിവസം നമുക്ക് കടന്നുപോകില്ല. കാരണം ഇന്നത്തെ സമൂഹത്തിലും അങ്ങനെയുള്ള നവോത്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ പുതിയ വക്താക്കളായ ഈ സാധാരണക്കാരെ കൈപിടിച്ചുയർത്തുന്ന ആളുകളുടെ ഒരു സാന്നിധ്യം അനിവാര്യമായിട്ടുള്ളൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇനി ഇന്നത്തെ മറ്റൊരു പ്രത്യേകത ഇൻ്റർനാഷണൽ മൈൻഡ് ബോഡി വെൽനസ് ഡേ ആണ്. അതായത് ഈ പുതിയ വർഷമാണ്. അപ്പോൾ നമ്മൾ പല പുതിയ തീരുമാനങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ടാകും. പ്രത്യേകിച്ച് ഈ ശാരീരികവുമായി ബന്ധപ്പെട്ട് ശരീരം കൂടുതൽ മെച്ചപ്പെടുത്തുക അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ മാറ്റുക എന്നതടക്കമുള്ള കാര്യങ്ങൾ. എന്തായാലും അത് അങ്ങനെ തന്നെ പോകണം എന്നുള്ളതാണ്. കാരണം ഈ എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ നല്ല ആരോഗ്യമുള്ള ശരീരത്തിലാണ് നല്ല ആരോഗ്യമുള്ള മനസ്സുണ്ടാവുക. അങ്ങനെ തന്നെ ഈ വർഷം മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം. നിങ്ങൾക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനി നമ്മുടെ ഇന്നത്തെ പ്രധാന വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ 2 ദിവസമായി കേരളം ചർച്ച ചെയ്യുന്ന കേരളത്തിൻ്റെ താരമായി നിൽക്കുന്നത് SNDP യോഗം സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ്. അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളും വാക്കുകളും ഒക്കെ നമ്മൾ ഓരോ തവണയും നമ്മൾ കേട്ടതാണ്. ഇനി അദ്ദേഹം ഏത് തരത്തിലാണ് താരം ആയി നിൽക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടത് കേരളമാണ്. മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു വിധി വരാനുണ്ട്. അതായത് ഈ മുൻ മന്ത്രി ആന്റണി രാജു പ്രതിയായ തൊണ്ടിമുതൽ കേസുമായി ബന്ധപ്പെട്ട് ഏകദേശം 19 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കാലയളവ് അതിനുശേഷമാണ് ഇന്ന് വിധി വരുന്നത്. ഒപ്പം തന്നെ SIRലെ പല യോഗങ്ങളുമൊക്കെ ഇനി നടക്കാനിരിക്കുകയുമാണ്. അങ്ങനെ നിരവധി വാർത്തകളുണ്ട്. ആദ്യം പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ നോക്കാം. മുൻമന്ത്രിയും MLAയുമായ ആന്റണി രാജു പ്രതിയായ തൊണ്ടിമുതൽ തിരിമറി കേസിൽ വിധി ഇന്ന്. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി വിധി പറയുന്നത് കുറ്റപത്രം സമർപ്പിച്ച് 19 വർഷങ്ങൾക്ക് ശേഷം ലഹരി കേസ് പ്രതിയെ രക്ഷിക്കാൻ തൊണ്ടിമുതലിൽ കൃത്രിമം നടത്തിയത് 1990-ൽ. SIRൽ ഇന്ന് നിർണായക യോഗങ്ങൾ. ജില്ലാ കളക്ടർമാരുടെയും പോലീസ് മേധാവികളുടെയും യോഗം ഓൺലൈനായി ചേരും. രാഷ്ട്രീയ പ്രതിനിധികളെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ നേരിട്ട് കാണും. SIRൽ 15.9 ലക്ഷം ഹിയറിംഗ് നോട്ടീസുകൾ തയ്യാറായി. രേഖകൾ നേരിട്ടോ ഓൺലൈനായോ BLOമാർക്കോ കൈമാറുന്നവർക്ക് നോട്ടീസ് നൽകില്ല. തൃശൂർ മറ്റത്തൂരിൽ വിമതരെ അനുനയിപ്പിച്ച് കോൺഗ്രസ്. BJP പിന്തുണയിൽ വൈസ് പ്രസിഡന്റായ നൂർജഹാൻ നവാസ് ഇന്ന് രാജിവെക്കും. തീരുമാനം KPCC പ്രസിഡന്റ് ഇടപെട്ട് വിമതരുമായി നടത്തിയ സമവായത്തിൽ. വടക്കാഞ്ചേരിയിൽ കൂറുമാറി വോട്ട് ചെയ്യാൻ CPM 50 ലക്ഷം വാഗ്ദാനം ചെയ്തെന്ന ലീഗ് സ്വതന്ത്രൻ ജാഫറിന്റെ ശബ്ദരേഖയിൽ പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഇന്ന് പ്രതിഷേധ മാർച്ച്. നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങാൻ BJP. കോർ കമ്മിറ്റി യോഗം മാരാർജി ഭവനിൽ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തും. സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാൻ കോൺഗ്രസും. ദ്വിദിന ക്യാമ്പ് നാളെ മുതൽ ബത്തേരിയിൽ. പെരിന്തൽമണ്ണ ദൃശ്യക്കൊലക്കേസ് പ്രതി വിനീഷിനായി 5ാം ദിവസവും തെരച്ചിൽ. പ്രതിക്കായി 4 ഭാഷകളിൽ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കി. പ്രതി രക്ഷപ്പെട്ടത് ആവശ്യത്തിന് സുരക്ഷാ ജീവനക്കാരില്ലാത്തതിനാലെന്ന ആരോപണം ശക്തം. 400ഓളം അന്തേവാസികൾക്കായുള്ളത് 5 സുരക്ഷാ ജീവനക്കാർ മാത്രം. ആരോഗ്യവകുപ്പിന് പരാതി നൽകിയിട്ടും നടപടിയില്ല എന്ന ആക്ഷേപം. ന്യൂസിലൻഡിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും. മുഹമ്മദ് ഷമിയും ശ്രേയസ് അയ്യറും ടീമിലെത്തുമോ എന്നതിൽ ആകാംക്ഷ. ആദ്യ മത്സരം 11-ന് വഡോദരയിൽ. മുൻമന്ത്രിയും MLAയുമായ ആന്റണി രാജു പ്രതിയായ തൊണ്ടിമുതൽ തിരിമറി കേസിലെ വിധി ഇന്ന് വരികയാണ്. ഈ കേസ് എന്ന് പറയുന്നത് ലഹരി കേസിൽ പിടിയിലായ ഒരു വിദേശിയെ രക്ഷിക്കാൻ ഈ തൊണ്ടിമുതലിൽ തിരിമറി നടത്തി എന്നതാണ് അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റം. നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുക. ഈ കുറ്റപത്രം സമർപ്പിച്ച് 19 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വിധി വരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, ഗുഡ് മോർണിംഗ്.
എന്തായാലും ഈ 19 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കാലയളവിന് ശേഷമാണ് ഈ വിധി വരുന്നത്. മാത്രമല്ല, ഒരു ഘട്ടത്തിൽ ഈ നടപടിക്രമങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നു എന്നത് കണ്ട് മാധ്യമങ്ങൾ നിരന്തരം വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊടുവിലാണ് ഈ നടപടികൾ കുറച്ചുകൂടി വേഗത്തിലാക്കുന്നതും ഇന്നിതാ വിധി വരാൻ പോകുന്നതും. ഏതായാലും കേരളം വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് വിധിക്ക്. തീർച്ചയായും ലിജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 19 വർഷങ്ങൾ കുറ്റപത്രം സമർപ്പിച്ച 19 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ തൊണ്ടിമുതൽ കേസിൽ ഇന്ന് വിധി പറയാൻ പോകുന്നത്. ഈ 19 വർഷങ്ങൾക്കിപ്പുറം നീണ്ട ഒരു വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ഇന്ന് ഏതായാലും തൊണ്ടിമുതൽ കേസിൽ വിധി പറയുമെന്നുള്ളതാണ്. മുൻ മന്ത്രിയായിട്ടുള്ള ആന്റണി രാജുവിനെതിരെയാണ് ഈ കേസ് നിലനിൽക്കുന്നത്. 1990-ലാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു വിദേശ പൗരൻ വിമാനത്താവളത്തിലെത്തിയ വിദേശ പൗരനിൽ ഇത്തരത്തിൽ ലഹരി കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ രക്ഷിക്കാനായിട്ട് ആ പ്രതിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ആന്റണി രാജു തൊണ്ടിമുതലിൽ തിരിമറി കാണിച്ചു എന്നുള്ളതാണ് കേസ്. ഈ കോടതി ക്ലർക്കായിട്ടുള്ള ജോസാണ് ഒന്നാം പ്രതി. ഈ ആന്റണി രാജു രണ്ടാം പ്രതിയായിട്ടാണ് നിലവിൽ ഈ കേസ് ഉള്ളത്. ഈ പ്രോസിക്യൂഷന്റെ ആവശ്യത്തിനൊപ്പം സ്വകാര്യ ഹർജി ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ടാണ് കേസിന്റെ വിചാരണയൊക്കെ തന്നെ പൂർത്തിയാക്കിയിട്ടുള്ളത്. ഈ 1990 ഈ സംഭവം നടക്കുന്നു. അതിനുശേഷം ഈ തൊണ്ടിമുതലിൽ തിരിമറി കാണിച്ചതിന് പ്രകാരം ഈ പ്രതിയെ വെറുതെ വിടുന്നൊരു സാഹചര്യം ഒക്കെ ഉണ്ടായി. അതിനുശേഷം വീണ്ടും 1994 ഈ പ്രതി മറ്റൊരു കേസിൽ, ഈ സമാനമായ മറ്റൊരു കേസിൽ അറസ്റ്റിലാകുകയും ഈ ജയിലിൽ വെച്ച സഹതടവുകാരനോട് ഇത്തരത്തിൽ ഈ തൊണ്ടിമുതലിൽ തിരിമറി കാണിച്ച് തന്നെ രക്ഷിച്ച കാര്യമൊക്കെ തന്നെ ഈ സഹതടവുകാരനോട് പറയുകയും ഉണ്ടായി. അതിനുശേഷം ഈ സഹതടവുകാരനാണ് ഇത്തരത്തിൽ ഈ വെളിപ്പെടുത്തൽ നടത്തുന്നത്. അതിനെ തുടർന്നാണ് പിന്നീട് ഈ കേസ് 1994 കേസ് രജിസ്റ്റർ ചെയ്യുന്നതും അതുപ്രകാരം ഈ അന്വേഷണമൊക്കെ തന്നെ നടക്കുന്നത്. വലിയ രീതിയിൽ ഈ അന്വേഷണം മന്ദഗതിയിലാകുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായി. അതിനുശേഷം മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇടപെടൽ നടത്തിയതിനു ശേഷമാണ് ഈ കേസിന്റെ വിചാരണ ഉൾപ്പെടെ പൂർത്തിയാക്കുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായത്. ഏതായാലും കുറ്റപത്രം സമർപ്പിച്ച 19 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഈ തൊണ്ടിമുതൽ കേസിൽ ഏതായാലും വിധി വരും. ശരി, എന്തായാലും LDF നേതാവാണ്, MLA ആണ്, മുൻ മന്ത്രിയാണ് ആന്റണി രാജു. അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഈ തൊണ്ടിമുതലിൽ, പ്രത്യേകിച്ച് ഈ മയക്കുമരുന്ന് കേസിലെ ഒരു പ്രതിയെ രക്ഷപ്പെടുത്താൻ തൊണ്ടിമുതലിൽ കൃത്രിമം നടത്തി എന്ന കേസിലാണ് ഇന്ന് വിധി വരാൻ പോകുന്നത്. അദ്ദേഹം തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ കേസ് റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അവിടെ നിന്നും സുപ്രീം കോടതി അദ്ദേഹത്തിൻ്റെ ആ ഹർജി തള്ളി. മാത്രവുമല്ല, ഇപ്പോൾ ഈ ചുമത്തിരിക്കുന്ന കുറ്റം അനുസരിച്ച് 10 വർഷം മുതൽ ജീവപര്യന്തം വരെ ലഭിച്ചേക്കാവുന്ന കുറ്റങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് വിധി വരുമ്പോൾ അറിയാം എന്തായിരിക്കും അതിൽ പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുന്ന നടപടി എന്നതടക്കമുള്ള കാര്യങ്ങൾ. അതിനെയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. ഈ തൃശൂർ മറ്റത്തൂരിൽ വിമതരെ അനുനയിപ്പിച്ച് കോൺഗ്രസ്. BJP പിന്തുണയിൽ വൈസ് പ്രസിഡന്റായ നൂർജഹാൻ നവാസ് ഇന്ന് രാജിവെക്കും. KPCC ഇടപെട്ട് വിമതരുമായി നടത്തിയ സമവായത്തിലാണ് ഈ തീരുമാനം. അതേസമയം വടക്കാഞ്ചേരിയിൽ കൂറുമാറി വോട്ട് ചെയ്യാൻ CPM 50 ലക്ഷം വാഗ്ദാനം ചെയ്തെന്ന ലീഗ് സ്വതന്ത്രൻ ജാഫറിന്റെ ശബ്ദരേഖയിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. വിശദാംശങ്ങളുമായി ഹരീഷ് ചേരുകയാണ്. ഹരീഷ്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്ന വേളയിൽ ഈ തൃശൂർ മറ്റത്തൂറുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ വല്ലാതെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വിമതരെ അനുനയിപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. എന്താണ് ഈ ഒരു മുന്നോട്ട് പോക്കിലുള്ള അല്ലെങ്കിൽ സമവായത്തിലൂടെ ഉദ്ദേശം വയ്ക്കുന്നത്? ലിജിൻ, ഈ മറ്റത്തൂരിൽ ഇപ്പോൾ വിമതരെ അനുനയിപ്പിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച വലിയ ഒരു പ്രതിസന്ധി മറ്റത്തൂരിലുണ്ടായിരുന്നു. കാരണം 8 പേരാണ് രാജിവെച്ച BJPയുടെ സഹായത്തോടു കൂടി ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് അവിടെ വലിയ ഒരു ചീത്തപ്പേര് നേരിടേണ്ടി വന്നു. മാത്രമല്ല CPM എല്ലാം ഇതൊരു ആയുധമാക്കി മാറ്റുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ വിമതരെ അനുനയിപ്പിക്കാനുള്ള കോൺഗ്രസ് ശ്രമം. അതായത് കോൺഗ്രസിൽ നിന്നും ഇടഞ്ഞു നിൽക്കുന്ന ഇവരെ അനുനയിപ്പിച്ചാൽ കോൺഗ്രസിലേക്ക് തന്നെ എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. കാരണം ഇവർ KPCCയുമായൊക്കെ പരാതി നൽകിയിരുന്നു. BCCയുടെ ഇടപെടലിനെ വലിയ രീതിയിൽ വിമർശിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇവരെ മാറ്റി നിർത്തേണ്ടതില്ല എന്നുള്ളൊരു നിഗമനത്തിലേക്ക് കോൺഗ്രസ് എത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ഈ കോൺഗ്രസിനെ ഒരു കച്ചിത്തുരുമ്പായി കിട്ടിയ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസത്തെ ഈ 50 ലക്ഷം വാഗ്ദാനം ചെയ്തുവെന്ന ലീഗ് സ്വതന്ത്രൻ ജാഫറിന്റെ ശബ്ദരേഖ പുറത്തു വന്നത്. ഇതിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത്. ഇന്ന് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. കഴിഞ്ഞ ദിവസം KPCC എല്ലാം ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടിരുന്നു. മാത്രമല്ല DCC പ്രസിഡന്റ് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇത് CPM-നെ സംബന്ധിച്ച അത് വലിയ ഒരു CPM-ന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ഇതിൽ എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. അനിൽ അക്കരെയാണ് ഇത്തരത്തിലൊരു
പരാതിയുമായി വിജിലൻസ് ഇത്തരത്തിൽ ഒരു പരാതി നൽകിയത് 50 ലക്ഷത്തിന്റെ പണമിടപാട് നടന്നു എന്നുള്ളൊരു പരാതി നൽകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ജാഫറിന്റെ ഈ ശബ്ദരേഖ പുറത്തു വന്നതോടുകൂടി വലിയ വാർത്തയായിരുന്നു. പക്ഷേ ജാഫർ ഇത് നിരസിച്ചു. ഇതൊരു സൗഹൃദ സംഭാഷണം മാത്രമാണ്, അവിടെ പണമിടപാടൊന്നും നടന്നിട്ടില്ല, താൻ പണം വാങ്ങിയിട്ടില്ല, തന്നെ ഒരു CPM പ്രവർത്തകരോ LDF പ്രവർത്തകരോ ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു പ്രതികരണവുമായി ജാഫറും വന്നിരുന്നു. പക്ഷേ നിലവിൽ ഈ ഒരു ശബ്ദരേഖ മാത്രമാണ് ഇതിലൊരു തെളിവായി അവശേഷിക്കുന്നത്. വിജിലൻസ് അന്വേഷണം നടക്കുകയാണെങ്കിൽ കൂടുതൽ തെളിവുകൾ പുറത്തു വരും. അതിനുശേഷം ഈ ഒരു പണമിടപാട് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം ഉറപ്പാവും. പക്ഷേ കോൺഗ്രസ് ഇതിനൊരു ആയുധമാക്കി മാറ്റുകയാണ്, രാഷ്ട്രീയ ആയുധമാക്കി തന്നെ മാറ്റുകയാണ്. കാരണം മറ്റത്തൂരിൽ CPM വലിയ രീതിയിൽ കോൺഗ്രസിനെ വിമർശിച്ചിരുന്നു. അതിന് ഒരു മറുപടി എന്നുള്ള നിലയിൽ ഈ വടക്കാഞ്ചേരി വിഷയം ഏറ്റെടുക്കുകയാണ് കോൺഗ്രസ് എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം ഈ ഒരു BJP പിന്തുണയിൽ വൈസ് പ്രസിഡന്റായ നൂർജഹാൻ നവാസ് ഇന്ന് രാജിവെച്ചേക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. KPCCയുടെ തീരുമാനം, അതായത് പ്രസിഡന്റ് ഇടപെട്ട് വിമതരുമായി നടത്തിയ സമവായത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ പ്രത്യാരോപണങ്ങൾ വലിയ രീതിയിൽ നടക്കുന്നു. മറ്റത്തൂർ വിഷയത്തിൽ CPM കോൺഗ്രസിനെ വലിയ രീതിയിൽ ആരോപിക്കുന്നു. അതേസമയം വടക്കാഞ്ചേരി വിഷയം എത്തിയപ്പോൾ കോൺഗ്രസ് തിരിച്ചും ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമാണ് തൃശ്ശൂരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇന്ന് വലിയ പ്രതിഷേധമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുക. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചിട്ടുണ്ട് ലിജിൻ. ശരി, ഏതായാലും തൃശ്ശൂർ കോൺഗ്രസിനെ ഏറെ ബുദ്ധിമുട്ടിലാക്കിയ സംഭവമായിരുന്നു മറ്റത്തൂരിലെ വിഷയം. എന്തായാലും ആ വിമതരെ ഇപ്പോൾ കോൺഗ്രസ് അനുനയിപ്പിച്ചിരിക്കുകയാണ്. ഈ പ്രസിഡന്റായ നൂർജഹാൻ നവാസ് ഇന്ന് രാജിവെക്കുന്നു. മാത്രമല്ല മറുവശത്ത് CPM വലിയ പ്രതിരോധത്തിലാണ് ഇപ്പോൾ. കാരണം ഈ വടക്കാഞ്ചേരിയിൽ കൂറുമാറി വോട്ട് ചെയ്യാൻ 50 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു എന്നുള്ള ഒരു ലീഗ് സ്വതന്ത്രന്റെ ശബ്ദരേഖ അതിപ്പോൾ എന്തായാലും കോൺഗ്രസ് വലിയ ആയുധമാക്കി പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ്. ഹരീഷാണ് വിവരങ്ങൾ നൽകിയത്. ഇനി നിയമസഭാ വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ BJPയും കോൺഗ്രസും തയ്യാറെടുക്കുകയാണ്. BJPയുടെ കോർ കമ്മിറ്റി യോഗം മാരാർജി ഭവനിൽ ഇന്ന് രാവിലെ ആരംഭിക്കും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തും. ഒപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുകയാണ് കോൺഗ്രസും ചെയ്യുന്നത്. ദ്വിദിന ക്യാമ്പ് നാളെ മുതൽ ബത്തേരിയിൽ ആരംഭിക്കും. വിശദാംശങ്ങളുമായി ആതിര ചേരുന്നുണ്ട്. ആതിര, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ഒക്കെ വന്നപ്പോൾ എല്ലാ മുന്നണികളും വലിയ ആത്മവിശ്വാസത്തിലാണ്, LDF ഒഴികെ. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം UDF മികച്ച വിജയം സ്വന്തമാക്കുന്നു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുന്നു ഒക്കെ ചെയ്യുകയാണ്. മറുവശത്ത് BJPയും ഈ തലസ്ഥാന നഗരി കോർപ്പറേഷൻ പിടിച്ചെടുത്തതോടെ BJPയുടെ ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിക്കുകയാണ്. എന്തായാലും ഇന്ന് യോഗങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? ലിജൻ, തീർച്ചയായും. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. പ്രത്യേകിച്ച് BJPക്കും അതുപോലെ തന്നെ UDFനും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസമാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ ആത്മവിശ്വാസം കൈമുതലാക്കിക്കൊണ്ട് അത് മുറുകെ പിടിച്ചുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കൂടി നേരിടാനുള്ള ഒരു ഒരുക്കത്തിലാണ് BJPയും അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ ഉള്ളത്. ഇന്ന് ഏതായാലും BJPയുടെ കോർ കമ്മിറ്റി യോഗം തിരുവനന്തപുരം മാരാർജി ഭവനിൽ ചേരുന്നുണ്ട്. അതിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള തന്ത്രങ്ങളൊക്കെ തന്നെ അണിയിച്ചൊരുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് BJP ഏതായാലും ഉള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 4 പതിറ്റാണ്ടുകളായി ഇടതുപക്ഷം കൈപ്പിടിയിലാക്കിയിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനാണ് BJP പിടിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ ആ ഒരു ആത്മവിശ്വാസത്തിൽ, കോർപ്പറേഷൻ പിടിച്ചൊരു ആത്മവിശ്വാസത്തിൽ ജനങ്ങൾ BJP സ്വീകരിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ BJPക്ക് വോട്ട് ചെയ്യുക എന്നതിനെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ ഒരു മാറ്റമുണ്ടായി എന്നുള്ളതാണ്. വോട്ട് ചെയ്യാൻ ജനങ്ങൾ തയ്യാറായി തുടങ്ങി എന്നുള്ളൊരു വിശ്വാസമാണ് BJPക്ക് ഏതായാലും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും അത്തരത്തിൽ നേരിടുക എന്നത് തന്നെയാണ് BJPയുടെ ഏറ്റവും വലിയൊരു തീരുമാനം. ഏതായാലും ഈ ജനുവരിയിൽ പ്രധാനമന്ത്രി തലസ്ഥാന നഗരിയിൽ എത്തുമെന്നൊരു വാക്ക് BJP നൽകിയിരുന്നു. അതേതായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ട് ജനുവരിയിൽ തന്നെ പ്രധാനമന്ത്രി എത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള വികസന പദ്ധതികൾ ഉൾപ്പെടെ പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ ഏതായാലും ഉള്ളത്. മിഷൻ 2026 എന്ന പേരിലായിരിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള തന്ത്രങ്ങളൊക്കെ തന്നെ BJP ഏതായാലും മെനയുക. ഇന്ന് ഏതായാലും മാരാർജി ഭവനിൽ ചേരുന്ന ഈ യോഗത്തിലായിരിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള തന്ത്രങ്ങളൊക്കെ തന്നെ ഏതായാലും അതിന്റെ ഒരു അന്തിമ രൂപം ഏതായാലും ഉണ്ടാകുക എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എല്ലാ മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയല്ല, മറിച്ച് ഈ വിജയ സാധ്യത ഏറ്റവും കൂടുതലുള്ള പ്രധാനമായും നേമം, കഴക്കൂട്ടം, അതുപോലെ തന്നെ വട്ടിയൂർക്കാവ്, പാലക്കാട്, തൃശ്ശൂർ തുടങ്ങിയ ഇത്തരത്തിൽ വിജയമുറപ്പുള്ള മണ്ഡലങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അത്തരത്തിലുള്ള 10ഓളം മണ്ഡലങ്ങളിൽ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് നിലവിൽ ഏതായാലും BJPയുടെ തീരുമാനം. അതേസമയം കോൺഗ്രസും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരത്തെ
തന്നെ നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്ന ഊർജ്ജം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ആ ഒരു വലിയ മുന്നേറ്റം കൈമുതലാക്കിക്കൊണ്ടാണ് കോൺഗ്രസ് ഏതായാലും നിലവിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കടന്നിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുക, താഴെ തട്ടിൽ നിന്നും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുക എന്നൊരു തീരുമാനത്തിലേക്കാണ് നിലവിൽ ഏതായാലും UDFും കോൺഗ്രസും കടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുകയും ആ സ്ഥാനാർത്ഥികൾ വഴി എത്രയും പെട്ടെന്ന് പ്രചരണങ്ങളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും നടത്തി തുടങ്ങുകയുമാണ് ലക്ഷ്യമെന്നാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു വിവരം. നിലവിൽ ഏതായാലും BJPയുടെ കോർ കമ്മിറ്റി യോഗത്തിലായിരിക്കും ഈ BJPയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുവാനുള്ള തന്ത്രങ്ങളുടെയൊക്കെ തന്നെ ഒരു അന്തിമ രൂപം ഏതായാലും ഉണ്ടാകുക. ശരി, ഇന്നലെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് BJP ഇന്നതാ കോർ കമ്മിറ്റി യോഗം ചേരുകയാണ്. മറുവശത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ അവർ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയെന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറയുകയും ചെയ്തു. അങ്ങനെ വലിയ പ്രതീക്ഷയിലാണ് BJPയും അതോടൊപ്പം തന്നെ UDFും. മറുവശത്ത് LDFിന്റെ സ്ഥിതി എന്താണ് എന്നുള്ളതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയുണ്ടായി, പക്ഷേ തങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നുമുണ്ട്. എന്തായാലും നമുക്കത് വരും ദിവസങ്ങളിൽ തന്നെ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. മാതിരിയാണ് വിവരങ്ങൾ നൽകിയത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വ്യക്തിപരമായി താല്പര്യമില്ല എന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ആഗ്രഹം. പക്ഷേ പാർട്ടി മത്സരിക്കാൻ പറഞ്ഞാൽ പാർട്ടി തീരുമാനം അനുസരിക്കുമെന്നും സുരേന്ദ്രൻ അമൃത ന്യൂസിനോട് പറഞ്ഞു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ പ്രവർത്തനം നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ നേരത്തെ മത്സരിച്ച് 3 ലക്ഷം വോട്ട് കിട്ടിയ പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കേണ്ടതില്ല സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ തെരഞ്ഞെടുപ്പ് ഏകോപനം നടത്താമെന്ന് നിശ്ചയിച്ച് പാർട്ടിയും അത് സമ്മതിച്ച് അങ്ങനെ അവസാന ഘട്ടത്തിലാണ് എന്നോട് വയനാട് പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കാൻ പറയുന്നത്. ഈ ഘട്ടത്തിലും ഞാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹം അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ തീരുമാനം, ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ പാർട്ടി നൽകുന്ന ചുമതല ഭംഗിയായി നിർവഹിക്കുക എന്നുള്ളതാണ് എൻ്റെ മനസ്സ് പറയുന്നത്. പക്ഷേ പാർട്ടി തീരുമാനം നാളെ എന്തെങ്കിലും കർശനമായിട്ടുള്ള തീരുമാനം വരികയാണെങ്കിൽ ഞാൻ പാർട്ടി തീരുമാനം ലംഘിക്കുന്ന ഒരു പ്രവർത്തകനല്ല, ഒരു സാധാരണ പ്രവർത്തകനാണ്. പെരിന്തൽമണ്ണ ദൃശ്യ കൊലക്കേസ് പ്രതി വിനീഷിനായി 5ാം ദിവസവും തെരച്ചിൽ തുടരുകയാണ്. സംസ്ഥാനം വിട്ടതായ സൂചനകളെ തുടർന്ന് 4 ഭാഷകളിൽ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട്. കർണാടക കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ നടക്കുന്നത്. വിനേഷ് ചേരുകയാണ് വിവരങ്ങളുമായി. വിനേഷ്, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി എന്നുള്ള ആക്ഷേപം വലിയ രീതിയിൽ ഉയരുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ലുക്കൌട്ട് നോട്ടീസ് അടക്കമുള്ളവ പുറപ്പെടുവിച്ചിട്ടുള്ളത്. പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ലെജിൻ 2022 ഇതുപോലെ തന്നെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ദൃശ്യ കൊലക്കേസിലെ പ്രതി വിനീഷ് രക്ഷപ്പെട്ടതാണ്. ഈ ഒരു മുൻകരുതൽ അത് അനുസരിച്ച് ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. ഇത്തരത്തിൽ വീണ്ടും രക്ഷപ്പെടാൻ സാധ്യതയുള്ള ഒരു പ്രതിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു സുരക്ഷ ഒരുക്കാൻ തയ്യാറായില്ല എന്നുള്ളൊരു വിമർശനം ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ 5 ദിവസമായി വിനീഷിനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 2022 ഇതുപോലെ തന്നെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ചാടിയതായിരുന്നു. അതിനുശേഷം കർണാടകയിൽ വെച്ചാണ്, ധർമ്മസ്ഥലയിൽ വെച്ചാണ് വിനീഷിനെ പോലീസ് പിടികൂടി തിരികെ ഇവിടെ എത്തിക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നു. അവിടുന്ന് മാനസികാസ്വാസ്ഥ്യത്തെ തുടർന്നായിരുന്നു 2022 ഇവിടെ എത്തിച്ചത്. അതിനുശേഷം വീണ്ടും ചികിത്സ പൂർത്തിയാക്കിയ ശേഷം വീണ്ടും കണ്ണൂരിലേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം ഇപ്പോൾ വീണ്ടും കഴിഞ്ഞ മാസം ഇങ്ങോട്ട് തന്നെ കോഴിക്കോട് തന്നെ എത്തിച്ചത്. കോഴിക്കോടുള്ള കുതിരവട്ടത്തുള്ള മാനസികാരോഗ്യ കേന്ദ്രത്തിൻ്റെ ശുചിമുറിയിൽ ഗ്ലാസ് ഉപയോഗിച്ചുകൊണ്ട് ചുമര് തുരന്ന ശേഷമാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. കാരണം അവിടെ ദിനവും അവിടെ നനവ് പടർത്തുകയും അവിടെ വെള്ളം ഒഴിക്കുകയും അങ്ങനെ അത് കുതിർന്ന ശേഷം ആ ഗ്ലാസ് ഉപയോഗിച്ചുകൊണ്ട്, പൊട്ടിച്ച ഗ്ലാസിൻ്റെ ചില്ല് ഉപയോഗിച്ചുകൊണ്ട് തുരന്നാണ് രക്ഷപ്പെട്ടിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. എന്തായാലും അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. 2021 നാടിനെ നടുക്കിയ ദൃശ്യ കൊലക്കേസ് നടക്കുന്നത്. ദൃശ്യയെ കത്തി ഉപയോഗിച്ച് വീട്ടിൽ കയറി കുത്തി കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ആദ്യം ദൃശ്യയുടെ പിതാവിൻ്റെ വ്യാപാര സ്ഥാപനം തീയിട്ട ശേഷം പ്രതി വിനീഷ് ദൃശ്യയെ കൊലപ്പെടുത്തുകയായിരുന്നു. ഇങ്ങനെ പ്രണയാഭ്യർത്ഥന നിരസിച്ചതാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് പ്രതിയെ. അതിനുശേഷം പ്രതിയെ വളരെ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു നിഗമനത്തിൽ എത്തിച്ചേർന്നതാണ്. പക്ഷേ 2 തവണയായിരിക്കുന്നു ഇപ്പോൾ കുതിരവട്ടത്തു നിന്ന് ഇയാൾ ചാടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും ഈ കുടുംബത്തിലുള്ള ആളുകൾ ഉൾപ്പെടെ വലിയ ആശങ്കയിൽ തന്നെയാണ്. ദൃശ്യയുടെ ബന്ധുക്കളും മറ്റുമെല്ലാം തന്നെ ആശങ്ക പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളുടെ സുരക്ഷാ സംവിധാനത്തിൻ്റെ
പ്രധാനമായും കുതിരവട്ടം പോലുള്ള ഒരു സുരക്ഷാ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ പാളിച്ചയായി വേണം ഇതിനെ കരുതാൻ. എന്തായാലും 4 ഭാഷകളിലായി ഇപ്പോൾ ലുക്കൗട്ട് നോട്ടീസ് പതിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും പ്രധാനമായും പ്രതി കർണാടകയിൽ ലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ പറയുന്നത്. പോലീസ് അന്വേഷണ സംഘം കർണാടകയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള 3 സംസ്ഥാനങ്ങളിലും അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഉൾപ്പെടെയുള്ള പരിശോധന പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും പ്രതിയെ വലയിലാക്കാൻ ഉടൻ തന്നെ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ അന്വേഷണ സംഘം പങ്കുവെക്കുന്നുണ്ട്. ലിജിൻ, ശരി, എന്തായാലും ഈ കുതിരവട്ടത്ത് നിന്നും ചാടിപ്പോയ പ്രതിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഇതുവരെയും പോലീസിന്റെ കൺവെർട്ട് എത്തിയിട്ടില്ല. ഇതിനു മുൻപും ഇദ്ദേഹം ഇതേ സമാനമായ രീതിയിൽ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും സുരക്ഷാ സംവിധാനങ്ങളാണ് പ്രധാനമായും ഇപ്പോഴും ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നത്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. ഈ കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ഈ പ്രതി രക്ഷപ്പെട്ടതിന് പിന്നാലെ ആശുപത്രിയിൽ ആവശ്യത്തിന് സുരക്ഷാ ജീവനക്കാരൻ വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. 400ഓളം അന്തേവാസികൾക്ക് 5 സുരക്ഷാ ജീവനക്കാർ മാത്രമാണ് ഇവിടെയുള്ളത്. ജീവനക്കാരെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പിന് പരാതി നൽകിയിട്ടും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. സംരക്ഷണ ഭിത്തിയുടെ ഉയരം കൂട്ടണം എന്ന ആവശ്യവും ശക്തമാണ്. പെരിന്തൽമണ്ണ ദൃശ്യവധക്കേസിലെ പ്രതി വിനീഷ് ചാടിപ്പോയതിന് പിന്നാലെയാണ് കോഴിക്കോട് കുതിരവട്ടത്തെ ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സുരക്ഷ സംബന്ധിച്ച ചർച്ചകൾ വീണ്ടും ഉയരുന്നത്. മാനസികാരോഗ്യ കേന്ദ്രത്തിൽ മതിയായ ജീവനക്കാർ ഇല്ലാത്തതാണ് ഇടയ്ക്കിടെ അന്തേവാസികൾ ചാടിപ്പോകാൻ കാരണമെന്നാണ് ഉയരുന്ന ആക്ഷേപം. 246 പുരുഷന്മാരും 108 വനിതകളും ഉൾപ്പെടെ 354 അന്തേവാസികൾക്ക് 5 സുരക്ഷാ ജീവനക്കാർ മാത്രമാണുള്ളത്. ഇതിലൊരു വനിതാ സുരക്ഷാ ജീവനക്കാരി പോലുമില്ല. ശുചിമുറിയുടെ ചുമര് തുരന്നായിരുന്നു വിനീഷ് കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നും രക്ഷപ്പെട്ടത്. ജീർണിച്ച കെട്ടിടങ്ങൾ നവീകരിക്കാത്തതും പ്രതിസന്ധിയാണ്. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ബിൽഡിംഗാണ്. നല്ല ശക്തമായി കൈകൊണ്ടൊന്ന് കുത്തിയാൽ പോലും തുറന്ന് പ്രതികൾക്ക് രക്ഷപ്പെടാൻ പറ്റാവുന്ന ഭൗതിക സാഹചര്യമാണ് അവിടെ ഉള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആവശ്യത്തിന് ജീവനക്കാർ, ഡോക്ടർമാരില്ല, സിസ്റ്റർമാരില്ല, സുരക്ഷാ ജീവനക്കാരോട് നമ്മൾ മനസ്സിൽ താൽക്കാലികമായി നിയമിക്കുന്നതാണ്. അതിനന്ന് മനുഷ്യാവശ്യ കമ്മീഷനുമായി ഇടപെട്ടുകൊണ്ട് ആവശ്യത്തിനനുസരിച്ചുള്ള ഈവൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീ തടവുകാരുണ്ട്. എത്രത്തോളം സ്ത്രീ സുരക്ഷാ ജീവനക്കാർ, അവിടെ ഒരു സ്ത്രീ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട വിഷയം ഉണ്ടായിട്ടുണ്ട്. അന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ട സ്ത്രീ തടവുകാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് സ്ത്രീ സുരക്ഷാ ഗാർഡന്മാർ വേണമെന്ന് പറഞ്ഞാണ്. പക്ഷേ ആരും തന്നെ നിലനിൽക്കുന്നില്ല, എല്ലാവരും തന്നെ തിരിച്ചു പോവുകയാണ്. പക്ഷേ ആവശ്യത്തിന് ശമ്പളം കൊടുക്കുന്നില്ല. പിന്നെ അവർക്ക് വേണ്ടത്ര സുരക്ഷ, അവർക്ക് മറ്റ് പോളിസികളോ കാര്യങ്ങളോ ഇല്ല. കാരണം താൽക്കാലിക ജീവനക്കാർ അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിന് അത് ബാധിക്കും എന്നുള്ളതുകൊണ്ട് ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തെ ഉയർത്താൻ 400 കോടിയുടെ മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പ്രാരംഭ പ്രവർത്തികൾ പോലും പൂർത്തിയായിട്ടില്ല. അന്തേവാസികൾ ചാടി രക്ഷപ്പെടാതിരിക്കാൻ സമീപത്തുള്ള മരങ്ങൾ മുറിച്ചുമാറ്റി സംരക്ഷണ ഭിത്തിയുടെ ഉയരം കൂട്ടണം, അക്രമാസക്തരാകുന്ന രോഗികളെ പരിചരിക്കാൻ പ്രത്യേക വൈദഗ്ധ്യമുള്ള ആളുകളെ നിയമിക്കണം തുടങ്ങിയ ആവശ്യങ്ങളും ശക്തമാണ്. ഈ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവൃത്തി കൂടുതൽ പ്രതിസന്ധിയിലാകുമെന്ന് ഉറപ്പ്. അമൃത ന്യൂസ്, കോഴിക്കോട്. ഇത്രയും സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാത്തൊരിടത്ത് നിന്നും പ്രതികൾ ഇങ്ങനെ ചാടി പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. SIR-ൽ ഇന്ന് നിർണായക യോഗങ്ങൾ. ജില്ലാ കളക്ടർമാരുടെയും പോലീസ് മേധാവികളുടെയും യോഗം ഓൺലൈനായി ചേരും. രാഷ്ട്രീയ പ്രതിനിധികളെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ നേരിട്ട് കാണും. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ കരട് പട്ടിക പുറത്തിറക്കിയതിന് പിന്നാലെ 15.9 ലക്ഷം ഹിയറിംഗ് നോട്ടീസുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തയ്യാറാക്കിയിട്ടുണ്ട്. രേഖകൾ നേരിട്ടോ ഓൺലൈനായോ BLO-മാർക്കോ കൈമാറുന്നവർക്ക് നോട്ടീസ് നൽകില്ല. അതേസമയം SIR പട്ടികയുടെ അടിസ്ഥാനത്തിൽ ഹിയറിംഗ് നോട്ടീസ് നൽകുന്ന നടപടികൾ വോട്ടർമാരെ വലയ്ക്കുന്നതാണെന്ന ആരോപണം രാഷ്ട്രീയ പ്രതിനിധികൾ യോഗത്തിൽ ഉന്നയിക്കും. എല്ലാവരെയും ഹിയറിംഗിന് വിളിക്കാതെ ബൂത്ത് ലെവൽ ഓഫീസർമാർ വഴി രേഖകൾ നൽകി നടപടികൾ പൂർത്തിയാക്കണമെന്നാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. കൊച്ചിയിൽ വാഹന അപകടത്തിൽ ഒരു മരണം. പത്തടിപ്പാലത്ത് ദേശീയപാതയിലാണ് അപകടമുണ്ടായത്. കാർ ബൈക്കിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ബൈക്ക് യാത്രികനായ കളമശ്ശേരി സ്വദേശി സാജു മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന ആൾ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ആദ്യ ലൈംഗിക അതിക്രമ കേസിലെ 2ാം പ്രതിയായ ജോബി ജോസഫിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് ഉത്തരവ്. തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. പത്തനംതിട്ട കോന്നി സ്വദേശിയായ ജോബി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സുഹൃത്താണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നിർദ്ദേശപ്രകാരം ജോബിയാണ് ഗർഭചിത്രത്തിനുള്ള ഗുളിക കൈമാറിയത് എന്നാണ് പരാതിക്കാരിയുടെ മൊഴി. ഇതേ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യ ഹർജി കോടതി തള്ളിയിരുന്നു. ഈ സാഹചര്യത്തിൽ ജോബിക്കും ജാമ്യം നൽകരുത് എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. ഗുളികയെക്കുറിച്ച് മറ്റൊന്നും അറിയില്ല എന്നും നിരപരാധിയാണ് എന്നുമാണ് പ്രതിഭാഗത്തിന്റെ വാദം. നേപ്പാളിലെ ഭദ്രാപൂരിൽ വൻ വിമാന ദുരന്തം തലനാരിഴയ്ക്ക് ഒഴിവായി. ലാൻഡ് ചെയ്യുന്നതിനിടയിൽ വിമാനം റൺവേയിൽ നിന്നും 200 മീറ്റർ ദൂരത്തേക്ക് തെന്നിമാറി. ബുദ്ധ എയറിന്റെ ടർബോപ്രോപ്പ് പാസഞ്ചർ വിമാനമാണ് റൺവേയിൽ നിന്നും തെന്നിമാറിയത്.
വിമാനത്തിൽ 51 യാത്രക്കാരും 4 ജീവനക്കാരും ഉണ്ടായിരുന്നു. എല്ലാവരും സുരക്ഷിതരാണെന്ന് അധികൃതർ അറിയിച്ചു. തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ നിന്നും എത്തിയ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെയും കുട്ടികളുടെയും അശ്ലീല ചിത്രങ്ങൾ നിർമ്മിക്കാൻ AI ദുരുപയോഗം ചെയ്യുന്നു എന്ന ആരോപണത്തിൽ സമൂഹമാധ്യമമായ എക്സിന് കേന്ദ്ര IT മന്ത്രാലയം നോട്ടീസ് അയച്ചു. എക്സിലെ AI ചാറ്റ്ബോട്ടായ ഗ്രോക്ക് ഉപയോഗിച്ച് മോശം രീതിയിൽ ചിത്രങ്ങൾ എഡിറ്റ് ചെയ്യുന്നത് വ്യാപകമായിട്ടും അത് നിയന്ത്രിക്കാനോ നീക്കം ചെയ്യാനോ എക്സ് ശ്രമം നടത്തിയിരുന്നില്ല. AI ദുരുപയോഗത്തിനെതിരെ വ്യാപക വിമർശനം ഉയരുന്നതിനിടയിലാണ് കേന്ദ്രത്തിന്റെ ഈ നീക്കം. 72 മണിക്കൂറിനകം നടപടിയെടുത്ത് മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടും 2021 IT നിയമങ്ങളും ചൂണ്ടിക്കാണിച്ചാണ് ഈ നോട്ടീസ്. Sharanamritam powered by Dhanalakshmi Bank. Banking on relationships forever. ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ്. പമ്പയിലും സന്നിധാനത്തും തിരക്ക് കൂടിയതോടെ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മരക്കൂട്ടം മുതൽ ക്യൂ നിന്നാണ് അയ്യപ്പന്മാർ സന്നിധാനത്തേക്ക് എത്തുന്നത്. സന്നിധാനത്ത് നിന്നും വിവരങ്ങളുമായി സുധീഷ് ചേരുകയാണ്. സുധീഷ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്, വലിയ തിരക്കാണ് ഓരോ ദിവസം കഴിയുന്തോറും ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത്. ഇപ്പോൾ അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, അതായത് മകരവിളക്ക് മഹോത്സവം ആരംഭിച്ചപ്പോൾ മുതൽ തുടങ്ങിയ തിരക്ക് അത് ഇപ്പോഴും അതേപോലെ തുടരുകയാണ്. സന്നിധാനത്തും മരക്കൂട്ടത്തും ഒക്കെ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സന്നിധാനത്തെത്തി അയ്യപ്പ ദർശനം നടത്താൻ ഏറെ നേരം കാത്തു നിന്ന ശേഷം, അല്ലെങ്കിൽ ക്യൂവിലും ഫ്ലൈ ഓവറിലൊക്കെ ക്യൂ നിന്നതിന് ശേഷമാണ് അയ്യപ്പന്മാർക്ക് ദർശനം സാധ്യമാകുന്നത്. അത്തരത്തിൽ അയ്യപ്പന്മാരുടെ ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ മകരവിളക്ക് സീസൺ ആരംഭിച്ചപ്പോൾ ഏറ്റവും കൂടുതലായി ഭക്തർ എത്തിയത്. 92,425 ഭക്തർ മകരവിളക്ക് മഹോത്സവം ആരംഭിച്ച ഈ 4-5 ദിവസങ്ങൾക്കുള്ളിൽ ഏറ്റവും കൂടുതൽ അയ്യപ്പന്മാർ എത്തിയ ഒരു ദിവസം കൂടിയായിരുന്നു അത്. ഇപ്പോഴും ഈ അയ്യപ്പന്മാരുടെ തിരക്ക് സന്നിധാനത്തും പമ്പയിലും ഒക്കെ തുടരുന്നതുകൊണ്ട് തന്നെ ഈ സന്നിധാന പ്രദേശത്ത് അയ്യപ്പ ദർശനത്തിന് ശേഷം അയ്യപ്പന്മാർ എത്രയും പെട്ടെന്ന് തിരികെ പമ്പയിലേക്ക് മടങ്ങണം എന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ അവരോട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അവർ ഈ സന്നിധാനത്ത് എത്തിക്കഴിഞ്ഞാൽ അയ്യപ്പ ദർശനം പൂർത്തിയാക്കിയതിനു ശേഷം അല്പസമയം ഈ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും ഒക്കെ അവർ വിശ്രമിച്ചതിന് ശേഷമൊക്കെയാണ് ഇവിടെ നിന്ന് മടങ്ങാറുള്ളത്. പക്ഷേ ഈ തിരക്ക് കൂടിയ സാഹചര്യത്തിൽ അത് ഒഴിവാക്കിക്കൊണ്ട് അയ്യപ്പ ദർശനം പൂർത്തിയാക്കി അയ്യപ്പന്മാർ സന്നിധാനത്ത് നിന്നും തിരികെ പമ്പയിലേക്ക് മടങ്ങണമെന്നൊരു ആവശ്യം ദേവസ്വം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ അവർക്ക് നൽകുന്നുണ്ട്. പക്ഷേ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന അയ്യപ്പന്മാരാണ്. അവർ അയ്യപ്പ ദർശനത്തിന് ശേഷം പൂജാ കാര്യങ്ങളും മറ്റു അവരുടെ ആരാധനാപരമായ മറ്റു കാര്യങ്ങളുമൊക്കെയായി ഈ സന്നിധാനത്ത് കുറേ നേരം തമ്പടിച്ചതിന് ശേഷം മാത്രമാണ് അവർ മടങ്ങിപ്പോകുന്നത്. ഇതും സന്നിധാനത്ത് ഏറെ നേരം ഇത്തരത്തിൽ അയ്യപ്പന്മാർ തങ്ങുന്നത് ഈ തിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും സന്നിധാനത്തെ ഈ തിരക്ക് നിയന്ത്രിച്ചുകൊണ്ട് തന്നെയാണ് പമ്പയിൽ നിന്നും അയ്യപ്പന്മാരെ ഇപ്പോൾ മല ചവിട്ടാൻ അനുവദിക്കുന്നത്. സന്നിധാനത്തെ തിരക്കിന് ഒരു പരിഹാരമായിട്ട് മാത്രമാണ്, അതായത് സന്നിധാനത്തെ തിരക്ക് അല്പം ഒന്ന് കുറയുമ്പോൾ മാത്രമാണ് പമ്പയിൽ നിന്നും അയ്യപ്പന്മാരെ വലിയ രീതിയിൽ ഈ ശബരിമല സന്നിധാനത്തേക്ക് കയറ്റിവിടുന്നത്. അത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ അയ്യപ്പന്മാരുടെ ഇടയിൽ നിന്നൊക്കെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്കും മറ്റുമൊക്കെ തന്നെ ഒരു അവരോട് തട്ടിക്കയറുന്നൊരു സമീപനം അയ്യപ്പന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അത് അന്യ സംസ്ഥാനങ്ങളിൽ എത്തുന്ന അയ്യപ്പന്മാരാണ് ഈ നിയന്ത്രണങ്ങളൊക്കെ മറികടന്നുകൊണ്ട് അയ്യപ്പ ദർശനത്തിനായി ശ്രമിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും സുഗമമായ അയ്യപ്പ ദർശനം സാധ്യമാകുന്നതോടുകൂടി ഇവരുടെ ഈ ഒരു പ്രകോപനമൊക്കെ ഇല്ലാതാവുന്നു. കഴിഞ്ഞ ദിവസം ഈ കുഞ്ഞ് അയ്യപ്പന്മാർക്കും ഒപ്പം മാളികപ്പുറങ്ങൾക്കും ഒക്കെ ഈ ശബരിമലയിൽ എത്തുന്ന ഈ അയ്യപ്പന്മാർക്ക് ഇത്തരത്തിൽ ക്യൂ നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണം, അല്ലെങ്കിൽ അവർക്ക് സുഗമമായ അയ്യപ്പ ദർശനം നടത്തണമെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയപ്പോൾ നിർദ്ദേശം നൽകിയിരുന്നു. ആ ഒരു നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ വരുന്ന അയ്യപ്പന്മാർ, അതായത് 18-ാം പടി കയറി എത്തുന്ന മാളികപ്പുറങ്ങൾക്കും ഒപ്പം കുഞ്ഞയ്യപ്പന്മാർക്കും ഒക്കെ ഒരു പ്രത്യേക ക്യൂ സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ദർശനം നടത്തുന്നത്. ഈ 18-ാം പടി കയറി എത്തുന്ന ഈ കുഞ്ഞയ്യപ്പന്മാരും അല്ലെങ്കിൽ മാളികപ്പുറങ്ങളും ഉണ്ട് എന്ന് കാണുമ്പോൾ അവരെ ഫ്ലൈ ഓവറിലേക്ക്, ഈ ക്ഷേത്രത്തിൻ്റെ ഇടത് സൈഡിലുള്ള ഫ്ലൈ ഓവറിലേക്ക് കടത്തിവിടാതെ വലതുവശത്തു കൂടി അവരെ പ്രത്യേക ഒരു ക്യൂവിലേക്ക്, അതായത് ഈ ശ്രീകോവിലിനടുത്തേക്കുള്ള പ്രത്യേക ക്യൂവിലേക്ക് അവരെ അവിടേക്ക് മാറ്റുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് വലിയൊരു ആശ്വാസമാണ്. കാരണം ഏറെ നേരം ക്യൂ നിന്ന് വരുന്ന ക്ഷീണിതരായി വരുന്ന മാളികപ്പുറങ്ങളും കുഞ്ഞയ്യപ്പന്മാരും ഒക്കെയാണ്. അവർക്ക് അത്തരത്തിലൊരു സൗകര്യം ഒരുക്കി കൊടുത്തതിൽ അവർക്ക് ആശ്വാസമുണ്ട്. ഏതായാലും ശബരിമലയിൽ ഇപ്പോഴും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്.
എന്നാണെങ്കിലും ശബരിമലയിൽ വലിയ തിരക്ക് ഇപ്പോഴും അനുഭവപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. സുധീഷാണ് വിവരങ്ങൾ നൽകിയത്. അയ്യന് മുന്നിൽ നൃത്തച്ചുവടുകളുമായി കുരുന്നുകൾ. തിരുവനന്തപുരം വെഞ്ഞാറമൂടുള്ള ജീവകല എന്ന നൃത്ത സംഗീത വിദ്യാലയത്തിലെ കുട്ടികളാണ് ശബരിമലയിൽ തിരുവാതിര അവതരിപ്പിച്ചത്. ശരണമന്ത്രങ്ങൾ നിറഞ്ഞ ശബരിമല നടപ്പന്തലിൽ നൃത്തച്ചുവടുകളുമായി ഈ കുരുന്നുകൾ തീർത്ഥാടകരുടെ മനം കവർന്നു. തിരുവാതിര വേഷത്തിൽ അണിഞ്ഞൊരുങ്ങി അവർ 11 പേർ. ഇരുമുടിക്കെട്ടില്ലാത്തതുകൊണ്ട് 18ാം പടി കയറിയില്ല. പക്ഷെ അയ്യന്റെ സന്നിധിയിലെത്തിയാൽ ശബരീഷിനെ കണ്ട് തൊഴുതു വണങ്ങാതെ എങ്ങനെ നൃത്തച്ചുവടുകൾ വയ്ക്കും? അങ്ങനെ 18ാം പടിക്ക് സമീപം ഇരുമുടിക്കെട്ടില്ലാതെ കയറാൻ കഴിയുന്ന പ്രത്യേക പടിക്കെട്ടുകൾ കയറി അവർ സന്നിധാനത്തെത്തി. വേഷവിധാനങ്ങൾ കൊണ്ടും മുഖത്തെ ചായവും അലങ്കാരങ്ങളും കൊണ്ടും അവർ 11 പേരും ഒരുപോലെ. പ്രത്യേക അനുമതിയോടെ ശ്രീകോവിലിന് മുന്നിലെ പ്രധാന വാതിൽ കടന്ന് അവർ അയ്യപ്പ ദർശനം നടത്തി. എനിക്ക് ശബരിമലയിൽ പോവാനും അവിടെ തിരുവാതിര കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരു ദിവസം അവിടെ വന്നിട്ടുണ്ട്. തിരുവാതിര കളിക്കാനല്ലായിരുന്നു, തൊഴുവാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. കൂട്ടരെ നിങ്ങൾ കണ്ടോ, അമ്പക്കു ചന്തമേറും ബലമുറ്റത്തൊരു കൊമ്പനെ കൂട്ടരെ നിങ്ങൾ കണ്ടോ, അമ്പക്കു ചന്തമേറും ദശവീരൻ കൊമ്പനാനക്കറുമ്പൻ. 9 വയസ്സിന് താഴെ പ്രായമുള്ള ഈ കുട്ടികൾ മുതിർന്നവരെ പോലെ ചുവടുകൾ തെറ്റാതെ തിരുവാതിര ആടി. കൈകൊട്ടിയും പിന്നെ കോൽകൊട്ടിയും മൺചിരാതുകൾ ചേർത്തും കുഞ്ഞുങ്ങൾ അവതരിപ്പിച്ച തിരുവാതിരകളെ തീർത്ഥാടകരും ആസ്വദിച്ചു. ജീവകല എന്ന കലാസാംസ്കാരിക മണ്ഡലത്തിലെ നൃത്താധ്യാപിക കുമാരി പാർവതി മോഹനാണ് തിരുവാതിര ചിട്ടപ്പെടുത്തിയത്. അമൃത ന്യൂസ്, സന്നിധാനം. സ്കൂൾ കുട്ടികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഇന്റർനാഷണൽ ക്യൂസ് ചാമ്പ്യൻഷിപ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇന്ന് നടക്കും. ഇന്റർനാഷണൽ ക്യൂസിംഗ് അസോസിയേഷനും അമൃത വിശ്വവിദ്യാപീഠവും സംയുക്തമായിട്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കൊല്ലം അമൃതപുരി ക്യാമ്പസിൽ രാവിലെ 11 മണിക്ക് ശശി തരൂർ MP ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. 4ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായാണ് ക്വിസ് ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത്. ജില്ലാ തലങ്ങളിലാണ് പ്രാഥമിക മത്സരം. 4ാം ക്ലാസ് മുതൽ 7 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സബ് ജൂനിയർ വിഭാഗത്തിലും 8 മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ജൂനിയർ വിഭാഗത്തിലും മത്സരിക്കാം. ക്വിസ് ചാമ്പ്യൻഷിപ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കൊല്ലം അമൃതപുരി ക്യാമ്പസിൽ ശശി തരൂർ MP ഓൺലൈനായി നിർവഹിക്കും. കുട്ടികളിലെ അറിവിനെ കൂടുതൽ ഉന്നതിയിലെത്തിക്കാനുള്ള നല്ല അവസരമാണ് അമൃത വിശ്വവിദ്യാപീഠം ഒരുക്കുന്നതെന്ന് ശശി തരൂർ MP അമൃത ന്യൂസിനോട് പറഞ്ഞു. നമ്മുടെ അമൃത വിശ്വവിദ്യാപീഠവും ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷൻ ഏഷ്യ എന്ന് പറഞ്ഞൊരു വലിയൊരു സ്ഥാപനം, അവരൊരുമിച്ചാണ് എല്ലാ ജില്ലയിലും ഡിസ്ട്രിക്ട് ലെവൽ കോമ്പറ്റീഷൻസ്, അവസാനത്തെ സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻസ് ചെയ്യാൻ പോകുന്നത്. ഈ മത്സരത്തിൽ എന്താണ്, കുട്ടികൾക്ക് ചോദ്യത്തിന് ഉത്തരം പറയാനൊരു അവസരമാണ്. അതുമാത്രമല്ല, അവർക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും പങ്കെടുത്തിട്ട് അവരുടെ സ്വന്തം ഇൻ്റലക്ച്വൽ ക്യൂരിയോസിറ്റിയും അവർ ഓരോരു അറിവിനെ ഷാർപ്പൻ ചെയ്യാനും നന്നാക്കാനും ഒരു വലിയൊരു അവസരമാണ് ഈ ക്വിസിംഗ് കോമ്പറ്റീഷൻ. IQA ഏഷ്യ ഡയറക്ടർ അനുരക്ഷത് ഗുപ്ത സ്വാഗതവും മുൻ DGP ലോക്നാഥ് ബെഹ്റ, അമൃത വിശ്വവിദ്യാപീഠം ഡീൻ ഡോക്ടർ ബാലകൃഷ്ണൻ ശങ്കർ എന്നിവർ ആശംസ അറിയിക്കും. ജില്ലാതല വിജയികൾക്ക് സംസ്ഥാന തലത്തിൽ മത്സരിക്കാനാകും. കാസർഗോഡ് ജില്ലയിലാണ് ആദ്യ ജില്ലാതല മത്സരം നടക്കുക. ജനുവരി 6-ന് കാസർഗോഡ് വിദ്യാനഗർ ചിന്മയ വിദ്യാലയത്തിൽ രാവിലെ 8:30 മുതലാണ് ക്വിസ് മത്സരം. ഒരു സ്കൂളിന് എത്ര ടീമുകളെ വേണമെങ്കിലും പങ്കെടുപ്പിക്കാനാവും. ക്വിസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷൻ തുടരുകയാണ്. IQA ഏഷ്യയിൽ ക്വിസ് പ്ലെയറായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. ഇതിനായി iqa.asia/registration എന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിനുശേഷം 5 അക്ക രജിസ്ട്രേഷൻ ID ഉപയോഗിച്ച് ഗൂഗിൾ ഫോം പൂരിപ്പിക്കേണ്ടതുണ്ട്. അറിവും വിജ്ഞാനവും പകരുന്ന ക്വിസ് ചാമ്പ്യൻഷിപ്പിൽ ജില്ലാ സംസ്ഥാന വിജയികളെ കാത്തിരിക്കുന്നത് 18 ലക്ഷത്തോളം രൂപയുടെ സമ്മാനങ്ങളാണ്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. അന്തരിച്ച നടൻ ശ്രീനിവാസിനെ അനുസ്മരിച്ച് തനിമ കലാസാഹിത്യവേദി.
ശ്രീനിയില്ലാതെ കഥ പറയുമ്പോൾ എന്ന പേരിൽ കൊച്ചിയിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം സംവിധായകൻ സിബി മലയിൽ ഉദ്ഘാടനം ചെയ്തു. മെക്കാർട്ടിൻ, ആദം അയ്യൂബ്, ലിയോ തദേവോസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മലയാളത്തിന്റെ പ്രിയപ്പെട്ട ശ്രീനിവാസനെ അനുസ്മരിച്ചുകൊണ്ട് സഹപ്രവർത്തകരും സുഹൃത്തുക്കളും കൊച്ചിയിൽ ഒത്തുകൂടി. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തനിമ കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു അനുസ്മരണ സമ്മേളനം. ശ്രീനിവാസനുമായുള്ള ഓർമ്മകൾ സംവിധായകൻ സിബി മലയിൽ പങ്കുവച്ചു. ശ്രീനി മോഹൻലാലിൻ്റെ അടുത്തൊരു കഥ പറഞ്ഞു. അപ്പോൾ ആലോചിച്ച് ഇത് ആരും ചെയ്യുമെന്ന് ചോദിച്ചു. സിബി ആയിരിക്കും നല്ലത്. അതിനാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ ആദ്യത്തെ ദേശീയ പുരസ്കാരം ലഭിക്കുന്നത്. ഓരോ സന്ദർഭങ്ങളെയും ശ്രീനിവാസൻ സൂക്ഷ്മമായി വിലയിരുത്തുന്നതിനെക്കുറിച്ച് സംവിധായകനും തിരക്കഥാകൃത്തുമായ മെക്കാർട്ടിനും ലിയോ തദേവുസും ചടങ്ങിൽ സംസാരിച്ചു. സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് തിരക്കഥകൾ പഠിച്ചത്, സിനിമകൾ കണ്ട് പഠിച്ചത് ഭാഗ്യരാജ് സാറിൻ്റെയും ബാലചന്ദ്ര മേനോന്റെയും ശ്രീനിവാസൻ തിരക്കഥകൾ. ശ്രീനിവാസന്റെ സീനിയറായി അടയാറിൽ പഠിച്ച ആളാണ് ആദം അയ്യൂബ്. പഠനകാലത്തെ ശ്രീനിവാസനെക്കുറിച്ചും ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സഹപാഠികൾ അദ്ദേഹത്തിനെതിരെ നടത്തിയ കളിയാക്കലുകളെക്കുറിച്ചുമെല്ലാം ആദം അയ്യൂബ് ഓർമ്മിച്ചു. സിനിമ, നാടക, സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊച്ചി. കാസർഗോഡ് ജില്ലയിൽ സർക്കാർ ഫൈൻ ആർട്സ് കോളേജ് സ്ഥാപിക്കണമെന്ന് ജില്ലാ കളക്ടറോട് പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ. നവകേരളം സിറ്റിസൺ റെസ്പോൺസിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ കാനായിയെ വീട്ടിൽ സന്ദർശിച്ചപ്പോഴാണ് ഫൈൻ ആർട്സ് കോളേജ് വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. തൃശൂരിന് വടക്ക് സർക്കാർ ഫൈൻ ആർട്സ് കോളേജുകൾ ഇല്ലെന്നും കുട്ടികളുടെ താൽപ്പര്യത്തിനനുസരിച്ചുള്ള പഠന രീതികൾക്ക് പ്രാമുഖ്യം നൽകണമെന്നും പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ പറഞ്ഞു. ശില്പം, ചിത്രകല തുടങ്ങിയ ഫൈൻ ആർട്സിൽ താൽപ്പര്യമുള്ള കുട്ടികൾക്ക് അതിനവസരമുണ്ടാക്കണം. ഇതിനായി ജില്ലയിൽ സർക്കാർ ഫൈൻ ആർട്സ് കോളേജ് സ്ഥാപിക്കണമെന്ന് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖറിനോട് ആവശ്യപ്പെട്ടു. ഫൈൻ ആർട്സ് കോളേജ് സ്ഥാപിക്കുവാൻ കേന്ദ്ര സർവകലാശാലയ്ക്ക് പ്രപ്പോസൽ സമർപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമിന്റെ ഭാഗമായി ശില്പി കാനായിയുടെ വീട്ടിലെത്തി ജില്ലാ കലക്ടർ അഭിപ്രായങ്ങൾ ശേഖരിച്ചപ്പോഴാണ് അദ്ദേഹം തന്റെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചത്. ഞാൻ അതിനു വേണ്ടിയിട്ട് ചെയ്യാം. സെൻട്രൽ ഗവൺമെന്റിലേക്ക് അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ യൂണിവേഴ്സിറ്റിയിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാവാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നുള്ളത്. മിനിസ്റ്റർക്കൊക്കെ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ജനങ്ങളുടെ ബുദ്ധിമുട്ട് തിരിച്ചറിയാതെയും ജനാഭിപ്രായങ്ങൾ ആരായാതെയും സർക്കാർ ജലപാത നടപ്പാക്കുന്നത് ശരിയല്ലെന്നും കാനായി ജില്ലാ കലക്ടറോട് പറഞ്ഞു. അമൃത ന്യൂസ്, കാസർഗോഡ്. മൂന്നാറിൽ KSRTCയുടെ രണ്ടാമത്തെ ഡബിൾ ഡക്കർ ബസ് നിരത്തിലിറങ്ങി. KSRTCയുടെ തിരുവനന്തപുരം പാപ്പനംകോട് സെൻട്രൽ വർക്ക്സിൽ നിർമ്മിച്ച ബസ്സാണ് മൂന്നാർ ഡിപ്പോയിലെത്തിച്ചത്. വിനോദസഞ്ചാരികൾക്ക് മൂന്നാറിന്റെ പ്രകൃതി മനോഹാരിത ആസ്വദിച്ച് യാത്ര ചെയ്യാനുള്ള സൗകര്യാർത്ഥമാണ് മൂന്നാറിൽ ഡബിൾ ഡക്കർ ബസ്സുകൾ സർവീസ് നടത്തുക. മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കരുത്തേകാൻ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ KSRTC മൂന്നാറിലെത്തിച്ച റോയൽ വ്യൂ ഡബിൾ ഡക്കർ ബസ് വലിയ വിജയമായിരുന്നു. ഇതോടെയാണ് രണ്ടാമതൊരു ബസ് കൂടി KSRTC മൂന്നാറിൽ നിരത്തിലിറക്കിയത്. മൂന്നാർ ഡിപ്പോയിൽ നിന്ന് സഞ്ചാരികളുമായി യാത്ര തുടങ്ങുന്ന ബസ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ ദേവികുളം, ഗ്യാപ്പ് റോഡ്, ആനിയിറങ്കൽ എന്നിവിടങ്ങൾ സന്ദർശിച്ച ശേഷം തിരികെ ഡിപ്പോയിലെത്തും. പുതിയ ബസ് സർവീസിന്റെ ഉദ്ഘാടനം ദേവികുളം MLA A. രാജ നിർവഹിച്ചു. ഇവിടെ വരുന്ന ഒരാൾ, മൂന്നാറിലേക്ക് എത്തിച്ചേരുന്ന ഒരാൾ ഈ വണ്ടിയിൽ യാത്ര ചെയ്യണം എന്നാണ് ആദ്യം ആഗ്രഹിക്കുന്നത്. അപ്പോൾ കൂടുതൽ ആളുകൾ ഇതിലേക്ക് എത്തിച്ചേരുകയാണ്. അപ്പോൾ ഒരു ബസ് കൂടെ KSRTC അനുവദിച്ച് നൽകിയിട്ടുണ്ട്. രാവിലെ 8, 11:30, വൈകിട്ട് 3 മണി എന്നിങ്ങനെയാണ് പുതിയ ബസിന്റെ സമയക്രമം. രാവിലെ 9, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 4 എന്നീ സമയങ്ങളിലാണ് നിലവിലെ ബസ് സർവീസ് നടത്തുന്നത്. നിറത്തിലുള്ള മാറ്റമൊഴിച്ചാൽ നിലവിൽ സർവീസ് നടത്തുന്ന ബസ്സിന് സമാനമാണ് രണ്ടാമത്തെ ബസ്സും. താഴത്തെ നിലയിൽ 11, മുകളിൽ 39 എന്നിങ്ങനെയാണ് സീറ്റുകളുടെ ക്രമീകരണം. പുറം കാഴ്ചകൾ പൂർണ്ണമായി കാണാവുന്ന രീതിയിലാണ് ഇരു ബസ്സുകളും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ബസ് യാത്രയ്ക്കുള്ള ടിക്കറ്റുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യാം. ഫെബ്രുവരി 8 സർവീസ് ആരംഭിച്ച ആദ്യ ബസിന്റെ ഇതുവരെയുള്ള വരുമാനം 1.25 കോടിയിലേക്ക് അടുക്കുകയാണ്. അമൃത ന്യൂസ്, ഇടുക്കി. നിത്യജീവിതത്തിലെ കാര്യങ്ങൾ പോലും പലപ്പോഴും മറന്നു പോകുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ ഇന്നേവരെ കണ്ടെത്തിയിട്ടുള്ള 118 മൂലകങ്ങളെയും അവയുടെ സിമ്പിൾ നോക്കി തിരിച്ചറിയുന്ന ഒരു 5 വയസ്സുകാരനുണ്ട് മലപ്പുറം ജില്ലയിൽ. ആരുഷ് രുതിജ് എന്ന ആ മിടുക്കന്റെ വിശേഷങ്ങൾ നോക്കാം.
1869 മനുഷ്യൻ അന്നേ വരെ കണ്ടെത്തിയിട്ടുള്ള 63 മൂലകങ്ങളെ അവയുടെ ആറ്റോമിക ഭാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ച് റഷ്യൻ രസതന്ത്ര ശാസ്ത്രജ്ഞനായ ദിമിത്രി മെൻഡലീഫ് പട്ടിക രൂപീകരിച്ചത്. പീരിയോഡിക് ടേബിൾ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പട്ടികയിൽ ഇന്ന് 118 മൂലകങ്ങളുണ്ട്. ആറ്റോമിക ഭാരം 1 ഹൈഡ്രജൻ മുതൽ ഭാരം 118 ഓർഗനസൺ വരെ. ഈ 118 മൂലകങ്ങളെയും അവയുടെ സിമ്പൽ നോക്കി തിരിച്ചറിഞ്ഞ് പേര് വിളിക്കാൻ കഴിയുന്ന മിടുക്കനാണ് 5 വയസ്സുകാരനായ ആരുഷ്. മലപ്പുറം പന്താവൂരിലെ സംസ്കൃതി സ്കൂളിലെ UKG വിദ്യാർത്ഥിയാണ് ആരുഷ്. oxygen, fluorine, neon, sodium, magnesium, aluminum, silicon, phosphorus, sulfur, chlorine, argon, potassium, calcium. കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാനുള്ള ആരുഷിന്റെ കഴിവ് തിരിച്ചറിഞ്ഞ് വേണ്ട പ്രോത്സാഹനം നൽകിയത് അധ്യാപികയായ ഷാലിയാണ്. ഇത് അവൻ എവിടുന്ന് ചോദിച്ചു, ഓർഡർ ആയിട്ടൊന്നുമല്ല, അവൻ എവിടെ ടച്ച് ചെയ്ത് ചോദിച്ചാലും അവൻ കറക്റ്റായിട്ട് പറഞ്ഞു തരും. പിന്നെ ഇത് ഡെയിലി അവൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പറയും, മിസ്സേ ഇന്ന് പഠിക്കേണ്ട പീരിയോഡ് ടേബിൾ എന്ന് പറഞ്ഞിട്ട് എന്നും അവൻ റിവിഷൻ ചെയ്യാൻ ഇഷ്ടം ആൾക്ക്. അപ്പോൾ ഡെയിലി വന്നു കഴിഞ്ഞാൽ ആളെന്ത് ചെയ്യും, ഇത് എടുത്തിട്ട് എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരിക ചെയ്യുക. എന്നിട്ട് അവൻ ഒറ്റയ്ക്ക് തനിച്ച് ഈ 80 എലമെന്റ്സും പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ പിന്നെ ബാക്കി വർക്കിന് പോകാറുള്ളൂ. അത് ഡെയിലി റുട്ടീനായി മാറി അവൻ്റെ. മൂലകങ്ങൾ മാത്രമല്ല, വിവിധ ഭൂഖണ്ഡങ്ങളെയും രാജ്യങ്ങളെയും അവയുടെ പതാകയും എല്ലാം തിരിച്ചറിയാൻ ആരുഷിനാകും. വ്യക്തികളുടെ നൈപുണ്യ വികസനം ഉച്ചസ്ഥായിയിലെത്തുന്നത് 6 വയസ്സിന് മുൻപാണെന്ന തിരിച്ചറിവിൽ വിദ്യാലയത്തിൽ നടത്തുന്ന പ്രത്യേക പരിശീലനമാണ് ആരുഷിൻ്റെ നേട്ടത്തിനു പിറകിൽ. അമൃത ന്യൂസ്, മലപ്പുറം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജനുവരിയിൽ ഹൈക്കോടതി നൽകിയിട്ടുള്ള സമയപരിധി അവസാനിരിക്കെ അന്വേഷണം ഏതുവരെ എത്തി? വമ്പൻ സ്രാവുകൾ എന്ന് കൊടുക്കും. കാണാം വനിതാ ജംഗ്ഷൻ. നമസ്കാരം. അന്വേഷിച്ചെത്തിയപ്പോൾ ശബരിമലയിൽ നിന്ന് ഏറെക്കുറെ എല്ലാം കടത്തിയിട്ടുണ്ട് എന്നാണ് കണ്ടെത്തൽ. പുറത്തെ പാളിയും പീഠവും കടന്ന പ്രഭാമണ്ഡലത്തിലെയും ശിവവ്യാളി രൂപങ്ങളിലെയും സ്വർണം കവർന്നു എന്നാണ് പുതിയ വാർത്ത. ഇനി എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു ഭക്തർ. ജനുവരിയിൽ കോടതി നൽകിയിട്ടുള്ള സമയപരിധി അവസാനിക്കാനിരിക്കുകയാണ്. കേരളം ഉറ്റുനോക്കുന്നു. വമ്പൻ സ്രാവുകൾ കുടുങ്ങുമോ? വനിതാ ജംഗ്ഷൻ ചർച്ച ചെയ്യുന്നു. ഐശ്വര്യ, ഈ പറഞ്ഞതുപോലെ ഇനി അയ്യപ്പൻ മാത്രമേ ഉള്ളൂ ബാക്കി എന്ന് ഭക്തർ ചോദിച്ചു പോവുകയാണ്. കാരണം ഓരോ ദിവസവും വാർത്ത വരുമ്പോൾ അങ്ങനെയാണ്. ഒരറ്റത്തു നിന്ന് തുടങ്ങുന്നു, പക്ഷെ ഒരറ്റത്തും അത് തീരുന്നില്ല. ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടാകില്ലായിരുന്നുവെങ്കിൽ, ഒരു SIT രൂപീകരിച്ചില്ലായിരുന്നുവെങ്കിൽ ഇത് ആരെങ്കിലും അറിയുമായിരുന്നോ? ഈ ഒരു സ്വർണ്ണക്കൊള്ളയ്ക്ക് ഇത്രയും വ്യാപ്തിയുണ്ട് എന്നുള്ളത് സാധാരണ ജനങ്ങൾ തിരിച്ചറിയായിരുന്നു. ഇതൊരു സ്വർണ്ണക്കൊള്ള എന്നതിലുപരി സംഘടിതമായ ഒരു വലിയൊരു മോഷണം അല്ലെങ്കിൽ ഒരു സ്വർണ്ണക്കടത്താണ് നടന്നിരിക്കുന്നത്. നമ്മൾ ഈ ഒരു കേസിൻ്റെ ആദ്യത്തെ ചെറിയ ചെറിയ ഭാഗങ്ങൾ പുറത്തു വന്നപ്പോൾ ഒരു സാധാരണ മോഷണം, അവിടെയുള്ള ഉണ്ടായിരുന്ന ജീവനക്കാർ നടത്തിയ ഒരു സാധാരണ മോഷണമായിരുന്നു. അതിനുശേഷമായിരുന്നു ഇതിലൊരു ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ട് എന്നും, കൂടാതെ അന്നത്തെ ദേവസ്വം ബോർഡിലെ ഏകദേശം എല്ലാ അംഗങ്ങളും ഈ ഒരു സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളികളാണ് എന്നുള്ളത് ഞെട്ടിക്കുന്നൊരു വസ്തുതയായിരുന്നു. കൂടാതെ നോക്കിക്കഴിഞ്ഞാൽ, അതായത് അന്നത്തെ ദേവസ്വം മന്ത്രിക്ക് പോലും ഇതിൽ പങ്കുണ്ട്. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു. കൂടാതെ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് ആരൊക്കെയാണ്? ഈ മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾ ജയിലിലുണ്ട്, അതുപോലെ തന്നെ പ്രസിഡന്റ് ഉണ്ട്, കൂടാതെ N. വാസു കമ്മീഷണറുണ്ട്. അതായത് അയ്യപ്പൻ്റെ സ്വർണം കട്ടവരെല്ലാം വമ്പന്മാരാണ്. അതായത് ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിൻ്റെ വേണ്ടപ്പെട്ടവരെല്ലാം ഇപ്പോൾ ജയിലിൽ തന്നെയാണ്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് മനസ്സിലാവുന്ന മറ്റൊരു കാര്യം വെളിപ്പെടുത്തിയത് രമേശ് ചെന്നിത്തലയായിരുന്നു. അതായത് ഈ ഒരു കേസിന് അന്താരാഷ്ട്ര മാനങ്ങളുണ്ട്, ഈ ഒരു സ്വർണ്ണക്കടത്തിൽ അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ട് എന്നുള്ളതും ഞെട്ടിക്കുന്നൊരു വസ്തുത തന്നെയായിരുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അന്തർദേശീയ മാഫിയ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇൻ്റർനാഷണൽ ആൻറ്റിക്സ് ലോബി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ ആൻറ്റിക്സ് സ്മഗ്ലേഴ്സ് ഇതിൻ്റെ പിന്നിലുണ്ട്. ആ വിവരങ്ങളാണ് എന്നോടൊരാൾ പറഞ്ഞത്. ആ വിവരങ്ങളാണ് ഞാൻ നമ്മുടെ SITക്ക് കൈമാറിയത്. ശ്രീജ പറഞ്ഞതുപോലെ അവിടെ ഇരിക്കുന്ന അയ്യപ്പൻ ഒറിജിനൽ ആണോ എന്ന് ഭക്തർ ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു തെറ്റുമില്ല, അല്ലേ? തീർച്ചയായിട്ടും. ഇത് എവിടെ നിന്നാണ് ഇതെല്ലാം ഈ സ്വർണം പോയി എന്നുള്ളിടത്താണ് ചോദ്യം തുടങ്ങുന്നത്. ശബരിമല പോലെ കോടിക്കണക്കിന് ഭക്തർ എത്തുന്ന
ഇത്ര വലിയൊരു സ്ഥലത്ത് നിന്ന് പോകുമ്പോൾ അപ്പം ദേവസ്വം ബോർഡിന് കീഴിലുള്ള മറ്റ് സ്ഥലങ്ങളിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളൊരു ആശങ്ക എല്ലാ ഭക്തരും ചോദിച്ചു പോവുകയാണ്. കാരണം ഇപ്പോൾ കുരുങ്ങിയിരിക്കുന്നത് ഐശ്വര്യ പറഞ്ഞതുപോലെ വമ്പന്മാരാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ആണ് എന്ന് തീർത്ത് പറയാൻ സാധിക്കില്ല. സ്വാഭാവികമായും അവർക്കതിൽ നിർണായക പങ്കുണ്ട്. എങ്കിൽ പോലും അന്നത്തെ ദേവസ്വം മന്ത്രി അറിയാതെ, ഞാൻ ദേവസ്വം മന്ത്രിയിൽ എന്ന് പറയുന്നത് സർക്കാർ അറിയാതെ എന്ന സർക്കാരിലേക്കൊക്കെ ഈ ചോദ്യമുന ഉയരുകയാണ്. സ്വാഭാവികമായും അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ. അദ്ദേഹത്തെ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. പത്മകുമാറാണ് കടകംപള്ളി സുരേന്ദ്രനെതിരെ മൊഴി കൊടുത്തത്. ആ കാര്യം അത് അന്ന് പുറത്തു വന്നതാണ്. പക്ഷേ ഏകദേശം 1 മാസത്തോളം എടുത്തു കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ. ഇക്കാര്യം പ്രതിപക്ഷ നേതാവ് ചോദിച്ചിരുന്നു, എന്തുകൊണ്ട് ഇത്ര വൈകുന്നു? പ്രതിപക്ഷ നേതാവിനെ മാത്രം പറയേണ്ട, ഹൈക്കോടതി അടക്കം ചോദ്യം ഉന്നയിച്ചതല്ലേ. ഹൈക്കോടതി ഒരിടക്കാലത്ത് ചോദിച്ചിരുന്നു, എന്തുകൊണ്ട് ഒരു സ്തംഭനാവസ്ഥയിലായോ, അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു എന്ന തരത്തിൽ ചോദ്യം ഹൈക്കോടതി അടക്കം ഇടയ്ക്ക് ഉന്നയിച്ചിരുന്നു. അപ്പോഴാണ് നമുക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ഒരു സംശയത്തിലേക്ക് നീങ്ങുന്നത്. 2 വലിയ IPS ഉദ്യോഗസ്ഥർ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്, അന്വേഷണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു, സ്വാധീനം ചെലുത്തുന്നു എന്ന തരത്തിൽ കാര്യങ്ങൾ വരുമ്പോൾ ഒരു ഇടപെടൽ, സർക്കാർ തലത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ എന്നൊരു സംശയം വരുന്നുണ്ട്. സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് അല്പം ഒന്ന് നീട്ടിവെക്കാൻ, കടകംപള്ളിയിലേക്ക് എത്താതിരിക്കാൻ സർക്കാർ തലത്തിൽ ശ്രമം നടന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നു. അപ്പോഴൊക്കെ സ്വാഭാവികമായും ഭക്തർ അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഉള്ളിലൊക്കെ ഒരു സംശയം വരുന്നു, ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഈ അന്വേഷണം ഒരറ്റത്തും എത്തിത്തീരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ CBIയിലേക്ക് പോകണം എന്ന് പറയുന്നു. അപ്പോൾ CBI അന്വേഷിച്ചാൽ മാത്രമേ കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകുകയുള്ളൂ എന്നുള്ളതാണോ? എങ്ങനെയാണ് ഐശ്വര്യയ്ക്ക് തോന്നുന്നത്? ഈ സൂചിപ്പിച്ചതുപോലെ CBI അന്വേഷണം ഇതിൽ ആവശ്യപ്പെടുന്നത് കാര്യങ്ങൾ വ്യക്തമാണ്. കാരണം അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ട് ഈ ഒരു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെയാണ് ഈ രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിലും ശരി തന്നെ ഈ ഹൈക്കോടതിയിൽ CBI അന്വേഷണം ആവശ്യമാണ്, CBI വരണം എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമേ ഇപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. ഇനിയും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ, എത്രത്തോളം സ്വർണം പോയിട്ടുണ്ട്, എന്തൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ട്, അയ്യപ്പൻ്റെ ഈ പറഞ്ഞ പ്രഭാമണ്ഡലം വരെ എത്തി നിൽക്കുന്നു മോഷണവുമായി ബന്ധപ്പെട്ട്. അതായത് നമ്മൾ അറിയാത്ത ഇനിയും നമ്മൾ എന്തൊക്കെയോ അറിയാനുണ്ട് എന്നുള്ളതാണ് വാസ്തവം. എങ്ങനെയാണ് വാസു ദേവസ്വം കമ്മീഷണർ, എങ്ങനെയാണ് അതിനുശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയത്? ഈ വാസു എന്ന് പറയുന്നത് പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ആ ഒരു സർക്കാരിൽ ഏറ്റവും സ്വാധീനമുള്ള ആളാണ്. പത്മകുമാർ ഭരിച്ചിരുന്ന സമയത്താണെങ്കിൽ കൂടി കാര്യങ്ങളൊക്കെയും തീരുമാനിച്ചിരുന്നത് വാസു ആയിരുന്നു. ഇവർ രണ്ടുപേരും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഈ പത്മകുമാറിന്റെ വാക്കുകളെക്കാളും അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരും ദേവസ്വം ബോർഡ് അംഗങ്ങളും കേട്ടിരുന്നത് വാസുവിന്റെ വാക്കുകൾക്കായിരുന്നു. കാരണം ഈ ഒരു സർക്കാരുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടായിരുന്നത് വാസുവിനായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു സ്വർണ്ണക്കൊള്ള, വലിയൊരു കൊള്ള നടന്നതും ആ ഒരു കാലയളവിലാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ പങ്കുള്ളതും ഈ വാസുവിനും അതുപോലെ തന്നെ പത്മകുമാറുമായിരുന്നു. ഈ പത്മകുമാർ ഈ അന്വേഷണ സംഘം ചോദ്യം ചെയ്ത സമയത്ത്, കൂടാതെ പുറത്തിറങ്ങി വരുന്ന സമയത്തും കടകംപള്ളി സുരേന്ദ്രന് പങ്കുണ്ടോ എന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴേക്കും അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്ക് ശവം തീനികൾ എന്നായിരുന്നു. അതായത് പത്മകുമാറിന് അറിയാം എങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങൾ നടന്നത്. പത്മകുമാറിന് പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു ഭാഗം നിൽക്കട്ടെ, ഈ കൊള്ളയിൽ ഒരു ഭാഗം കൈപ്പറ്റിയോ എന്നുള്ളത് പറയാൻ ഞാൻ ആളല്ല. എങ്ങനെയാണ് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്താൻ സാധിക്കുന്നത്? എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സോണിയാഗാന്ധി പോലെയുള്ള ഒരാളുടെ അടുത്തേക്ക് എത്താൻ സാധിക്കുന്നത്? ഈ കൊള്ളക്കാർക്കൊക്കെ എങ്ങനെയാണ് ഈ സമൂഹത്തിലെ ഉന്നത പദവിയിലിരിക്കുന്ന Z കാറ്റഗറി സുരക്ഷയുള്ള ആളുകളിലേക്ക് എത്താൻ സാധിക്കുന്നത്? അത് ഇവർ അതിനുള്ള അവസരം കൊടുത്തിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ രാഷ്ട്രീയപരമായി ഇരുചേരികളിലൊക്കെ ആണെങ്കിലും ഈ കൊള്ളയുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ തന്നെ ഈ ഒരു മോഷണവുമായി ബന്ധപ്പെട്ടൊക്കെ അന്വേഷിച്ച് വരുമ്പോൾ ഇവരെല്ലാവരും ഒരു ഗ്രൂപ്പിൽ വരുമോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് CBI അന്വേഷണം വേണം എന്നുള്ള മുറവിളി കൂട്ടുന്നതും. ഭക്തർ അർപ്പിക്കുന്ന ഈ ഒരു കാണിക്കയാണെങ്കിലും ഈ ഓരോ ചെറിയ ചെറിയ വിഗ്രഹങ്ങളാണെങ്കിലും സ്വർണ്ണമാണെങ്കിലും എങ്ങനെയാണ് ഇവർക്ക് അടിച്ചു മാറ്റാൻ തോന്നുന്നത് എന്നുള്ളത് സാധാരണക്കാരായ പലരും ചോദിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇനി ഇത് തിരിച്ചടിയായോ എന്നുള്ളതാണ്. പിണറായി സർക്കാരിന് തിരിച്ചടിയായി എന്നുള്ളത് വ്യക്തമാണ്. അതാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്, അല്ലേ? പിന്നെ ഈ ശബരിമലയിൽ നമ്മൾ ഈ കണ്ടതുപോലെ തന്നെ ഇവർ ഈ ഭക്തസംഗമൊക്കെ വിളിച്ചു ചേർത്തിട്ടൊന്നും ഒരു കാര്യവുമില്ല. കാരണം സാധാരണക്കാർക്ക് കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞു എന്നുള്ളതും ഈ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഇപ്പോൾ അവരും പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അവിടെയാണ് കാര്യങ്ങൾ. CPI പലതവണ അവർ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്, അത് അവർ തിരുത്തി കൊടുക്കുന്നുണ്ട്. ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ അപ്പോൾ പോലും അത് പിണറായി അത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പത്മകുമാറും
ഈ എൻ വാസുവും അടക്കമുള്ളവർക്കെതിരെ എന്തുകൊണ്ട് പാർട്ടി നടപടി എടുത്തില്ല എന്നുള്ളൊരു ചോദ്യം. ഈ രാഹുൽ മാങ്കൂട്ടത്തലിന് കേസ് വന്നപ്പോൾ ഈ സമയത്ത് തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്തായിരുന്നു വന്നിരുന്നത്. പക്ഷേ ബോധപൂർവം ബുദ്ധിപൂർവ്വം അത് കോൺഗ്രസ് കൈകാര്യം ചെയ്തു, നടപടിയെടുത്തു. അതുകൊണ്ട് തന്നെ ഇതേ സാഹചര്യം മറുവശത്ത് വന്നപ്പോൾ അവർ കൈകഴുകുകയാണ് ചെയ്തത്. എല്ലാം തെളിയട്ടെ, തെളിഞ്ഞ ശേഷം ഇവർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാമെന്നുള്ളൊരു തീരുമാനം അവർ എടുക്കുകയാണ് ചെയ്തത്. അവിടെയൊക്കെ തെറ്റുപറ്റി സർക്കാരിന്. അപ്പോൾ ആരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, എന്തിനിത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ചോദ്യമായി വരുന്നത്. നമുക്കറിയാം, കണക്കിലുള്ള സ്വത്തുക്കളുടെ കാര്യത്തിൽ ഇങ്ങനെയാണെങ്കിൽ കണക്കിൽപ്പെടാത്ത സ്വത്തുക്കളുടെ കാര്യത്തിൽ എങ്ങനെയായിരിക്കും? ഈ ഭക്തർ സാധാരണ ക്ഷേത്രങ്ങളിൽ പോലെയല്ല, അയ്യപ്പനെ കാണാനെത്തുന്ന ഭക്തർ സ്വർണ്ണമടക്കമുള്ള കാര്യങ്ങൾ കിഴിയായിക്കൊണ്ടങ്ങ് എറിയുകയാണ്. അത്തരത്തിലുള്ള വലിയ വലിയ സ്വത്തുക്കൾ, അയ്യപ്പൻ്റെ പേരുള്ള സ്വത്തുക്കൾ, ഇതൊക്കെ അപ്പോൾ സ്വാഭാവികമായും മോഷണം പോകുന്നില്ലേ? ഇപ്പോൾ സംഭവിക്കുന്നതാണോ, വർഷങ്ങളായി ഇതൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണോ എന്നുള്ള കാര്യമൊക്കെ ആരെയും ആശ്ചര്യപ്പെടുത്തുന്നതാണ്. പിന്നെയാണ് ഈ പുരാവസ്തുവിലേക്ക് പോകേണ്ടത്. നമുക്കറിയാം, സാധാരണ ഒരു ഇതിൽ നിന്ന് നോക്കുമ്പോൾ പുരാവസ്തു എന്ന് പറയുമ്പോൾ സ്വർണ്ണത്തെക്കാളേറെ മൂല്യമുണ്ട്. അതുകൊണ്ടാണ് ഈ വിഗ്രഹം അടക്കമുള്ള വസ്തുക്കൾ കടത്തിയപ്പോൾ പിന്നെ അയ്യപ്പന്റെ സ്വർണം കൂടി ആയതുകൊണ്ട് അതിന് ആ ഒരു മൂല്യം കൂടിയുണ്ട്. അയ്യപ്പന്റെ ആണ് എന്ന് പറയുമ്പോഴേക്കും ആ ഒരു ലേബലും കൂടി ഉള്ളതുകൊണ്ട് അതിന്റെ മൂല്യം ഇരട്ടിയാണ്. അതെ. അപ്പോഴാണ് ഈ രമേശ് ചെന്നിത്തലയുടെ കാര്യം, അദ്ദേഹത്തിന്റെ ഒരു നിർണായക നീക്കം അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അദ്ദേഹമാണ് ഈ ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയത്. എന്തായാലും ഈ രാജ്യമൊക്കെ കടന്നു കഴിഞ്ഞെങ്കിൽ ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ കയ്യിൽ അത് നിൽക്കില്ല. പക്ഷെ ഒരു കാര്യം, രാഷ്ട്രീയമായി ഈ ഒരു സാഹചര്യം വല്ലാതെ മുതലെടുക്കുന്നുണ്ട് എന്ന് പറയാതെ തരമില്ല. നമ്മളത് പല ചിത്രങ്ങളിലൂടെ കണ്ടു കഴിഞ്ഞു. നമുക്കറിയാം, പല ഉന്നതരെയും പോറ്റി കണ്ടിട്ടുണ്ട്. അത് പോറ്റിയുടെ മിടുക്കാണോ ഈ ഉന്നതരുടെ മിടുക്കാണോ എന്നുള്ളത് നമുക്ക് ഇനി വരും അന്വേഷണത്തിലേ തെളിയുകയുള്ളൂ. എന്തായാലും സോണിയാഗാന്ധി അടക്കമുള്ളവരെയൊക്കെ കണ്ടു, എങ്ങനെ കണ്ടു, എന്തിനു കണ്ടു എന്നുള്ളതൊക്കെ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുമ്പോൾ അറിയാം. അദ്ദേഹം എല്ലാം സഹകരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും അടക്കമുള്ള ചിത്രവിവാദങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് ചൂഷണം ചെയ്യപ്പെടുകയാണ് ഈ ഒരു സാഹചര്യം. പലപ്പോഴും ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്കറിയാം, യുവതീ പ്രവേശന സമയത്തായിരുന്നു അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. അത് വലിയ തോതിൽ പാർട്ടിക്ക് തിരിച്ചടിയായി നമ്മൾ കണ്ടു. ആ സാഹചര്യം ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി കോൺഗ്രസ് അടക്കം ഉപയോഗിച്ചു, അത് ഫലം കണ്ടു. അതുകൊണ്ട് തന്നെ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യം. മറ്റൊരു കാര്യം പറയേണ്ടത്, നമ്മൾ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ശബരിമലയെ നമ്മൾ നോക്കിക്കാണുമ്പോൾ അവിടുത്തെ ഇപ്പോഴത്തെ എല്ലാ ജീവനക്കാരും ഒരു സംശയ കണ്ണിലാണ് ആളുകളൊക്കെയും കാണുന്നത്. കാണിക്കയാണെങ്കിലും അതുപോലെ തന്നെയുള്ള പൈസകളൊക്കെയും എണ്ണി തിട്ടപ്പെടുത്തുന്നത് സാധാരണക്കാരായ ജീവനക്കാരാണ്. ഫുൾ CCTV നിരീക്ഷണത്തിലാണ്. കൂടാതെ ഈ ഒറ്റ മുണ്ടെടുത്താണ് അവരെ ഇതിലോട്ട് പ്രവേശിപ്പിക്കുന്നതെന്ന് പറയും. കാരണം ഈ പൈസയൊക്കെ എണ്ണി തിട്ടപ്പെടുത്താനും ഈ അത്രയും ചില്ലറകൾ വന്ന് വീഴുമ്പോഴും കുഞ്ഞു കുഞ്ഞു വിഗ്രഹങ്ങളൊക്കെയും കാണും. അങ്ങനെയാണ് അതിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. നമുക്കൊന്നും അങ്ങനെ മോഷ്ടിക്കാൻ പറ്റില്ല. പക്ഷേ സാധാരണക്കാരായ ജീവനക്കാർക്ക് ചുറ്റും ഈ ഒരു 360 ഡിഗ്രി ക്യാമറയും വെച്ച് എന്തെങ്കിലും പോണ്ടോ എന്ന് നോക്കിയിരുന്ന സമയത്ത് ഈ ഏറ്റവും ഉന്നത തലങ്ങളിൽ നിൽക്കുന്ന ആളുകൾ മുകളിൽ അയ്യപ്പൻ്റെ വിഗ്രഹവും അയ്യപ്പൻ്റെ കട്ടളപ്പാളിയിലെ സ്വർണവും ഈ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണവും അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത് ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇവരെ ആരും സംശയിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു മോഷണം നടന്നിട്ടും ആരും അറിയാതെ പോയത്. പക്ഷേ കട്ടാൽ എന്നാണെങ്കിലും അത് പിടിക്കപ്പെടും എന്നുള്ളത് ഒരു തെളിവ് തന്നെയാണ് ഇപ്പോൾ, അല്ലേ? കട്ടാൽ എന്നാലും തെളിയില്ല എന്നുള്ളത് നമുക്ക് ഇനി വരും ദിവസങ്ങളെ അറിയാൻ സാധിക്കുകയുള്ളൂ. പറഞ്ഞതുപോലെ വമ്പൻ സ്രാവുകളൊക്കെ ഇനിയും കൂടുങ്ങാനുണ്ട്. അവരിലേക്ക് എത്തുമോ എന്നുള്ളതാണ് നമ്മൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ഐശ്വര്യ, അതെ, ശ്രീജ ഈ സൂചിപ്പിച്ചതുപോലെ അയ്യപ്പൻ്റെ സ്വത്ത് എന്നതിനേക്കാൾ ഏറെ ഭക്തരുടെ വിശ്വാസത്തിലാണ് ഇവർ കൈവച്ചിരിക്കുന്നത് എന്നതിൽ സംശയമില്ല. ജനങ്ങളെല്ലാം കാണുന്നുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ ആ ഒരു ഇഫക്റ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരിച്ചടി ഉണ്ടാകാതിരിക്കാനുള്ള തിരുത്തലിനും ഒരു ഓട്ടപ്പാച്ചിലുമാണ് ഇപ്പോഴത്തെ സർക്കാർ എന്ന് പറയാതെ തരമില്ല. SIT അന്വേഷണ റിപ്പോർട്ട് ഈ ജനുവരിയിൽ സമർപ്പിക്കുകയാണ്. അതിലറിയാം ഏതൊക്കെ വമ്പൻ സ്രാവുകളാണ് ഈ ഒരു അടിച്ചുമാറ്റലിൽ കൂടെ ഉണ്ടായിരുന്നത് എന്നുള്ളത്. എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. ഇനി വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ദിലീപ്, എങ്ങനെയായിരിക്കും ഇന്നത്തെ ഓഹരി വിപണിയിലെ മാറ്റം അല്ലെങ്കിൽ മുന്നേറ്റം? ഈ ഒരാഴ്ച നേട്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. ഇത് തുടർച്ചയായി രണ്ടാമത്തെ ആഴ്ചയാണ് വിപണി നേട്ടത്തിലെത്തുന്നത്. മുൻനിര ഓഹരി സൂചികളിൽ 1% നേട്ടമാണ് ഉണ്ടായത്. രണ്ടാം നിര ചെറുകിട ഓഹരികളിലും നല്ല രീതിയിൽ ഒരു മുന്നേറ്റം പ്രകടമായിരുന്നു.
വെള്ളിയാഴ്ച ഉണ്ടായിട്ടുള്ള ഒരു തിരിച്ചുകയറ്റമാണ് വിപണിയെ നേട്ടത്തിലെത്തിക്കാൻ സഹായിച്ചത്. മികച്ച ഓട്ടോ വിൽപ്പന ഡാറ്റ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പിൻബലത്തിൽ ഓട്ടോ മേഖലയിലും മെറ്റൽ മേഖലയിലും നല്ലൊരു തിരിച്ചുവരവ് പ്രകടമായിരുന്നു. ഒട്ടുമിക്ക മേഖലകളിലും ഇന്നലെ നേട്ടം തന്നെയായിരുന്നു. FMCG മേഖലകളിൽ ചെറിയൊരു വിൽപ്പന ഉണ്ടായെന്ന് വെച്ചാൽ ബാക്കി എല്ലാ മേഖലകളിലും നല്ല രീതിയിലൊരു തിരിച്ചുകയറ്റം വിപണിയിൽ പ്രകടമായിരുന്നു. ആഗോള സാഹചര്യങ്ങൾ തൃപ്തികരമായി തുടരുന്നതും ഒപ്പം തന്നെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഇന്നലെ നേരിയ തോതിൽ നിക്ഷേപത്തിലേക്ക് നീങ്ങിയതും വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിന് സഹായകമായിട്ടുണ്ട്. വരും ദിവസങ്ങളിലും വിപണി നേട്ടത്തിൽ വ്യാപാരം തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിലാണ് ഇന്നലെ മുൻനിര ഓഹരി സൂചികളിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടായിട്ടുള്ള ഒരു വിൽപ്പനയ്ക്ക് ശേഷം വിപണിയിൽ ഉണ്ടായിട്ടുള്ള ഒരു തിരിച്ചുവരവ് കാണിക്കുന്നത് വിപണി ആ ഒരു നിലവാരത്തിൽ ക്രമപ്പെട്ടതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു തിരിച്ചുകയറ്റം എന്നുള്ള രീതിയിലാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നേട്ടം വിപണിയിൽ നിലനിന്നേക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചനകളും ലഭിക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും വിപണിയിൽ ഒരു നിക്ഷേപ താല്പര്യം തുറന്നേക്കും. ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾക്ക് വിപണിക്ക് സാധ്യതയുണ്ട്. മാത്രമല്ല ഇനിയുള്ള ഉയർന്ന നിലവാരത്തിൽ നിക്ഷേപകർ ലാഭമെടുക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ആ ഒരു സാധ്യതയും ഒരു നിക്ഷേപ അവസരം തന്നെയായിരിക്കും. ഇനിയുള്ള ഏതെങ്കിലും തിരുത്തലുകൾ വിപണിയിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് വിപണിയിൽ ഒരു നിക്ഷേപത്തിനുള്ള അവസരമായിരിക്കും. എന്തായാലും വരും ദിവസങ്ങളിലും വിപണിയിൽ മുന്നേറ്റം തുറന്നേക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചനകൾ നൽകിക്കൊണ്ട് തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ശരി, അതാണ് ഇന്ന് വിപണിയിലുണ്ടാകുന്ന മാറ്റം. ദിലീപാണ് നമ്മോട് വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി കായിക വാർത്തകൾക്ക്. ന്യൂസിലൻഡിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും. ചീഫ് സെലക്ടർ അജിത് അഗാക്കറുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി ഓൺലൈനായി യോഗം ചേർന്നാണ് ടീമിനെ പ്രഖ്യാപിക്കുക. ജനുവരി 11 വഡോദരയിലാണ് ഏകദിന പരമ്പരയിലെ ആദ്യത്തെ മത്സരം. ജനുവരി 14 രാജ്കോട്ടിലും 18 ഇൻഡോറിലുമാണ് മറ്റു മത്സരങ്ങൾ. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുക.